3-ാം എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ ശ്വേത ചേച്ചി. ഹായ് ശ്വേത ചേച്ചി. പിന്നെ അലിന വീണ്ടും ആങ്കർ ചെയ്യുന്നു. പിന്നെ എന്താ അവള് ഓരോന്ന് പറഞ്ഞു. അതെ, ഞാൻ ഈ ഓരോന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ പിള്ളേര് അയ്യോ കലോത്സവത്തിൽ പങ്കെടുത്ത കിടിലും പിള്ളേര് ഇവിടെ ഇരിക്കുന്നു. ഹലോ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. പിന്നെ അത് തന്നെ അല്ല, നമുക്ക് പറയാൻ പറ്റും. എല്ലാം ഇപ്പൊ ഫുൾ ചർച്ച എന്ന് പറയുന്നത് തന്നെ പിന്നെയാണ്. പിന്നെ വയ്ക്കാതെ ഇപ്പൊ കാര്യം പറ. എന്റെ പൊന്നി, ഇപ്പൊ എല്ലാരും എന്റെ അടുത്തും ചോദിക്കുന്നുണ്ട് ഈ പിന്നെ എന്നാന്നുള്ളത്. പിന്നെ പറ. പിന്നെ നമ്മളല്ല പറയുന്നത്. പിന്നെ ഇവിടെ പറയും, ഇപ്പൊ പറയും. ആര് പറയും? അമൃത ടിവിയിലെ പുതിയ ഹാസ്യ പരമ്പര അത് ആരംഭിക്കാൻ പോവുകയാണ്. പിന്നെ ഇത് പറയാനായിട്ട് ആ ടീം എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം പിന്നെ. ഇന്നോളം കരകാണ കുന്നോളം മനസാണേ നിന്നോളം ഇതു നേരാണേ മേലെ വാനിൽ നീളേ മേഘച്ചാന്തിൻ ചന്തം താഴെ ഈ മണ്ണും സുന്ദരം ഏതോ ജന്മപുണ്യം നമ്മെ ചേർത്തുലോലം മാറോടണയ്പു സാദരം ഹൃദയങ്ങൾ കൈമാറും അഭിലാഷ സായുജ്യം ഇനിയെങ്ങും നിറയും സന്തോഷം. പിന്നെ ഞാൻ വെൽക്കം പിന്നെ ടീം ടു കോമഡി മാസ്റ്റേഴ്സ്. നമ്മുടെ അമൃത ടിവിയിൽ ഇനി മുതൽ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ഹാസ്യ പരമ്പരയാണ് പിന്നെയും എന്നുള്ളത്. എല്ലാരും ചോദിച്ചോണ്ടിരിക്കുകയാണ്, ഈ കുടുംബത്തെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുമായിരുന്നു. ശ്വേത ചേച്ചി, അവരെ നമ്മൾ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. പിന്നെ ടീം വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നല്ല ക്യൂട്ട് ഫാമിലി. അപ്പൊ ഈ കുടുംബത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിയണം. അതെ, അതെനിക്ക് തോന്നുന്നു ഗ്രഹനാഥൻ എന്നുള്ള രീതിയിൽ ജയൻ ചേട്ടന്റെ ക്യാരക്ടറിന്റെ പേരെന്നാ? എന്റെ ക്യാരക്ടറിന്റെ പേര് പ്രകാശൻ എന്നാണ്. ശരി, അപ്പൊ പ്രകാശൻ ചേട്ടാ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തിയതായോ? പ്രകാശന് ഒരു അമ്മയുണ്ട്, സരസ്വതി അമ്മ. ഒരു സഹോദരിയുണ്ട്, സഹോദരിയുടെ പേര് സരിത. ഓക്കെ. ഒരു ഭാര്യയുണ്ട്. ഭാര്യയുടെ പേര് പുഷ്പ. ശ്രദ്ധിക്കുക, ഒരു ഭാര്യ ഉള്ളല്ലോ അല്ലേ? ഒരു ഭാര്യ. അതുകൊണ്ട് അഖിലൊക്കെ ഇരിക്കുന്നോണ്ടാ എടുത്തു പറഞ്ഞു ഒരു ഭാര്യ ഉള്ളൂ. രണ്ട് അഖിലുമാരല്ലേ ഇരിക്കുന്നത്, അപ്പൊ നമ്മള് സൂക്ഷിച്ചു വേണമല്ലോ പറയാൻ. അങ്ങനെയല്ല, അവനൊന്ന് ശ്രദ്ധിച്ചോണ്ടേ. അപ്പൊ ഈ സെറ്റ് മൊത്തം പിള്ളേര് സെറ്റ് ആയിരിക്കും. ഇത് 4 മക്കളുണ്ട്. മക്കളുടെയൊക്കെ പേരൊന്ന് കേക്കട്ടെ. ഹലോ, ഞാൻ അതികേഷ്, വീട്ടുപേര് അപ്പുണ്ണി. എടുക്കും പഴയ കണക്കിരിക്കുന്നു. വന്നപ്പോ കണ്ടില്ലാതോ, ഫുൾ മറ്റേ വൈബിലാണ്. ഇവരുടെ ഏറ്റവും ജെൻസി കിഡാണ്. ഓക്കെ, അടുത്ത ആളെ പരിചയപ്പെടാം. ഞാൻ കൃഷ്ണ, ക്യാരക്ടറിന്റെ പേര്. ഓക്കെ, ശരിക്കുള്ള പേര് ലക്ഷ്മി. ഓക്കെ, യെസ്. ഞാൻ മാധവി, മൂത്ത മകളാണ്. ശരിക്കും പേര് ചിഞ്ചു. ശരിക്കും പേര് രോഹിത് ദേവകി, സെറ്റിലെ പേര് സഞ്ജയ്. ഒരു മാധവ് സുരേഷ്. ആ ലുക്കുണ്ടല്ലേ? ഈ കുടുംബത്തിൽ നിന്ന് നമുക്ക് തമാശകൾ എന്തായാലും ഉണ്ടെന്നുള്ള അറിയാം, പക്ഷെ വേറെ എന്തൊക്കെ പ്രതീക്ഷിക്കാം? ജെൻസി ഫാമിലി ആണല്ലേ? അല്ല, ജെൻസി വിസിസ് ഇത് എല്ലാ ജനറേഷനും. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഉണ്ണിയേട്ടനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ഇതൊരു ശരിക്കും ഒരു സിറ്റ്കോമാണ്. നമ്മള് ഒരു പരമ്പരയുടെ ഒരു ശ്രേണിയിൽ പെടുത്താൻ പറ്റുമോ അറിയില്ല. കാരണം ഒരു സബ്ജക്ട് എടുത്തു ഏതാണ്ട് ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ അതിലൊരു അപ്പുറത്തോട്ട് ഒരു കഥ പോവില്ല. അതിലൊരു മാസ്റ്ററായ ഉണ്ണികൃഷ്ണൻ സാറ് തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം നിങ്ങൾക്കൊക്കെ അറിയാം. ഉണ്ണിയേട്ടൻ പിന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. പിന്നെ എനിക്കും ഒരു കോയിൻസിഡൻസ് ഉണ്ട്. കാരണം ജീവിതത്തിൽ അവസാനമായിട്ട് അഭിനയിച്ച സീരിയൽ അമൃതയ്ക്ക് വേണ്ടിയിട്ടാണ്. 2010 ഉള്ളടക്കം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെയും ടെലിവിഷനിൽ ആദ്യമായിട്ട് വരാനൊരു ഭാഗ്യം. അതുകൊണ്ട് അന്വർത്ഥമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്റെ പേര് സരിതാണ്. സീരീസിലെ പേര് കവിത രഘുനന്ദൻ എന്നാണ്. ഇതിനു മുമ്പ് അമൃതയുടെ ഫ്ലോറിൽ ഞാൻ നിന്നിട്ടുള്ളത് സൂപ്പർ സ്റ്റാർ ഗ്ലോബലിന് വേണ്ടി പാടാൻ വേണ്ടി വന്നത്. അതിനുശേഷം ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഫ്ലോറിൽ തന്നെയാണ് തോന്നുന്നു സൂപ്പർ സ്റ്റാർ അല്ലേ? അതെ. അപ്പൊ അല്ലല്ല, കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിലാണ് സൂപ്പർ സ്റ്റാർ. അതെ, എന്റെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര്
ചേച്ചി KPSC പത്മ. ഓ ഞാൻ 10-25 വർഷം നാടക ഫീൽഡിലുണ്ടായിരുന്നു, പ്രൊഫഷണൽ സന്തോഷം നാടകം. ചേച്ചി. പിന്നെ ഞാൻ ആദ്യമായിട്ട് ജയന്റെ കൂടെ അഭിനയിച്ചു. പിന്നെ ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ജയൻ ചേർത്തൽ സംവിധാനം ചെയ്ത ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് ഇറങ്ങാനിരിക്കുന്നു. അപ്പൊ ഇനി പോലും നമ്മുടെ പുതിയ അമ്മയാണ് പത്മാമ്മ. Thank you, അമ്മേ, thank you. നമ്മുടെ കുടുംബത്തിലൊരു പാട്ടുകാരിയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പാട്ട് കേൾക്കണ്ടേ? ദേ പിന്നെ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നു. നിന്റെ ഇടത്തെ കൺപുരികം തുടിക്കണുണ്ടോ തത്തമ്മേ, നിന്റെ നെഞ്ചിനകത്തൊരു മോഹം മുളയ്ക്കണുണ്ടോ തത്തമ്മേ, കൂട്ടിനകത്തു കമഴ്ന്നു കിടന്നു മയങ്ങുമ്പോളാരോ കുളിർന്ന കുന്നും ചെരുവിലിരുന്ന് വിളിക്കണുണ്ടോ, കൂട്ടിനകത്തു കമഴ്ന്നു കിടന്നു മയങ്ങുമ്പോളാരോ കുളിർന്ന കുന്നും ചെരുവിലിരുന്ന് വിളിക്കണുണ്ടോ, കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, ആൺപൂവാണേലമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനു പൂജയ്ക്ക്, പെൺപൂവാണേലാഹ മറ്റൊരു കാർവർണ്ണനു മാലയ്ക്ക്, കല്യാണി കളവാണി. പാട്ടുകാരി കൊള്ളാം, പാട്ടുകാരി കൊള്ളാം. ബ്യൂട്ടിഫുൾ. അനിയത്തി ഞങ്ങൾക്ക് ഇഷ്ടമായി. അല്ല ഉഗ്ര സോങ്സ് ഈ കൂട്ടത്തിൽ ശരിക്കും ആരെ ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്നത് ജയൻ ചേട്ടാ? എല്ലാവരും ഒരേപോലെ ഭയങ്കര ഏറ്റവും കൂടുതൽ വർത്തമാനം പറയുന്ന അപ്പച്ചി തന്നെയാണ്, അനിയത്തി തന്നെയാണ്. ഏറ്റവും കൂടുതൽ സ്മാർട്ട് അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയുണ്ട്. ആണ്. അമ്മ നന്നായിട്ട് വർത്താനം. ഭാര്യ എങ്ങനെയാ, കുശുമ്പത്തിയാണോ? അമ്മായിയമ്മയായിട്ട് നല്ല പരുവത്തിലാണ് പോകുന്നത്. ആണ്. അതെ, ഇവര് പേഴ്സണലി ഇവര് ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. പക്ഷെ സ്ക്രീൻ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുമ്പോൾ അങ്ങേയറ്റം ശത്രുക്കളായിട്ട് നിന്നുകൊണ്ടാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ശരി, അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാരും ചിലപ്പോ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കണം നമ്മൾ ദേ പിന്നെയും കാണേണ്ടത്? ഇപ്പം മെഗാ സീരിയൽസ് എന്ന് പറയുമ്പം നമ്മൾ അതിൻ്റെ ഒരു ദീർഘവീക്ഷണത്തോടെ എന്നും ആ ഒരു കഥയുടെ പുറകെ നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് ചിലപ്പം ഒരു കഥ തന്നെ ഫോളോ ചെയ്യാനുള്ള സാവകാശമോ അതിനുള്ള സൗകര്യവും ഉണ്ടായിന്ന് വരില്ല. ദേ പിന്നെയും സംബന്ധിച്ച് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നു, നിങ്ങളത് കണ്ടു, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം. പക്ഷേ നിങ്ങളെ ഒരു ദിവസം ഇതൊരു അരമണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ അവിടെ ഇരുത്തി ടി വിയുടെ മുമ്പിൽ കണ്ണ് മറയ്ക്കാതെ അവിടെ ഇരുത്തി എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ഒരു സബ്സ്റ്റൻസ്, ഒരു എലിമെൻ്റ് അതിനകത്ത് ഉണ്ടാവും. അത് നല്ല രീതിയിൽ ഇതുവരെ എനിക്ക് തോന്നുന്നൊരു 35-40 എപ്പിസോഡിനടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും എപ്പിസോഡ്സ് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന കഥകളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ആ വിശ്വാസം, അതാണ് നമ്മളുള്ളൊരു ഗ്യാരണ്ടി. ഫെബ്രുവരി 9 മുതൽ നമുക്കിത് കാണാൻ സാധിക്കും. അതും തിങ്കൾ മുതൽ വ്യാഴം വരെ, സമയം രാത്രി 7:30. കറക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്? കറക്റ്റ് ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ നല്ലൊരു ഗൈഡ് കൊടുക്കാം. അപ്പൊ ഇനി മുതൽ ജേട്ടാ എന്തോ ദേ പിന്നെ ഓഫീസിൽ എപ്പോഴാ വരാൻ പോണേ? നാളെ തൊട്ട് ഞാൻ വരും, മറ്റന്നാൾ തൊട്ട് വരുമല്ലോ. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറൊരു ഓഫീസ് കൂടി ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങൾക്ക് അവിടെ പോകണല്ലോ. അമ്മയുടെ ഓഫീസിൽ ഞങ്ങളുടെ പുതിയ സാരഥിയാണ്, അതെ, ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാരഥി കൂടിയാണ് ശ്വേത. ഇവിടെ ശ്വേതജി ഉണ്ടല്ലോ, ഭയങ്കര കുട്ടിക്കളിയാണേ. ഞാൻ കാണുന്നുണ്ടല്ലോ ഈ പ്രോഗ്രാം, ഞാൻ എന്നും കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി പോലെ. അവിടെയും ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞു ഞങ്ങളുടെ പുതിയ നേതാവാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയാം ഷീസ് എ വെരി സ്ട്രോങ് ലേഡി. ഞങ്ങളുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ശ്വേത ചേച്ചി. അപ്പൊ അമൃത TV 20 വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ പുതിയൊരു ഹാസ്യ പരമ്പര നിങ്ങൾക്കായി നൽകുകയാണ്. ദേ പിന്നെയും നിങ്ങൾ എല്ലാവരും കാണണം. ഉറപ്പായിട്ടും പ്രേക്ഷകർ നിങ്ങളെ ഏറ്റെടുക്കും. ഈ കുടുംബം ഇനി പോലും ഞങ്ങളുടെ കുടുംബമായി മാറിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചേച്ചി ഒരു ബെസ്റ്റ് വിഷസ് ഒക്കെ കൊടുത്ത് അല്ലെ നമ്മുടെ കുടുംബത്തിലേക്ക് അല്ല, നമ്മുടെ പ്രേക്ഷകരോട് ഇവര് തന്നെ പറയട്ടെ നേരിട്ട്. അതിനു മുമ്പേ നമുക്ക് പറയാം. ഹലോ, ദേ പിന്നെ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 7:30 മണിക്ക് നമ്മുടെ സ്വന്തം അമൃത TVയിൽ ഒരു സിറ്റ്കോം, ഒരു കിഡ്ലൻ ഫാമിലി സിറ്റ്കോം വരാൻ പോവാണ്. ദേ പിന്നെ. അപ്പോ കാണാൻ മറക്കരുതേ. അപ്പൊ ദേ പിന്നെ ഫെബ്രുവരി 9 മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 7:30 നമ്മുടെ സ്വന്തം അമൃത TVയിൽ. ഓൾ ദി വെരി ബെസ്റ്റ് ദേ പിന്നെയും ടീം. പ്രേക്ഷകരെ, ഈ കുടുംബത്തിന് അങ്ങ് നിങ്ങളെ ഏറ്റെടുത്തോ. കോമഡി മാസ്റ്റേഴ്സിൽ നമുക്കിനി കാണാം നമ്മുടെ സ്വന്തം കിറ്റ്. കറി ഉണ്ടാക്കിയിട്ടില്ല,
അടുപ്പിൽ കിടക്കുന്നേ ഉള്ളൂ. ഹോട്ടൽ മുതലാളിയായ ഞാൻ വന്നാൽ ഇവിടുത്തെ പാചകക്കാരൻ അമ്പഴക്കുട്ടിന് വരാൻ സമയമായില്ല പോയി. കുഴപ്പമില്ല, വരാതിരിക്കുന്നത് നല്ലത്. അവൻ പാചകം തുടങ്ങി അതിന്റെ മണം അടിച്ചാൽ വന്നിരിക്കുന്ന ആൾക്കാർ എന്നെ ചീത്ത വിളിച്ചിട്ട് പോകും. ദൈവമേ, ഇന്ന് വരല്ലേ ദൈവമേ. ഭക്തിഗാനത്തോടുകൂടി തുടങ്ങിക്കളയാം. ഭക്തിഗാനം എന്ന് പറഞ്ഞിട്ട് അവന്റെ എൻട്രി മ്യൂസിക് ആയപ്പോ എവിടെന്നെങ്കിലും വിളിച്ചാടി വരും. ദൈവമേ, ഓ അണയുന്നു. മലയാളി ആ അമ്പിളിക്കുട്ടാ, നമ്മളെ കളഞ്ഞു പോയ ഫോർക്ക് കിട്ടി. എവിടെ ആയിരിക്കുന്നതാ. മലയാളി ആവശ്യമില്ല പറയുന്നത്. പിന്നെ ഞാൻ മറ്റേ മീശയും താടിയൊക്കെ വരച്ചു വെച്ചേക്കുവാ. നിനക്ക് നാണം ഇല്ലടാ. പോത്ത് പോലെ വളർന്നില്ലേ? ഇനി മീശൻ താടി വളർന്നില്ലെങ്കിൽ വല്ല ഓയിലും വാങ്ങി തേക്കണം. എഞ്ചിനോയിലും കൂടെ ഉള്ളു മേടിച്ച് തേക്കാൻ വരത്തില്ല മീശ. നന്നായി. ഓ മാച്ച് കള. എങ്ങനെയുണ്ട്? ഞാൻ ഈ മീശയൊക്കെ വരച്ച് ഇതൊക്കെ ഇട്ടപ്പോ എന്ത് തോന്നുന്നു മലയാളിക്ക്? കൊള്ളാം. കൺമഷി തുടച്ചിട്ടിരുന്ന ടിഷ്യൂ പേപ്പർ പോലെ ഉണ്ട്. മാച്ച് കളയടാ അതൊക്കെ. അത് ഇരിക്കട്ടെ, ഒരു സ്റ്റൈൽ. എന്താണോ സാർ ഉദ്ദേശിച്ചത്? ഇത് മറ്റേ ഇത് ചപ്പ് ചപ്പല്ല, ചവറ്. മറ്റേ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഉള്ള ഇങ്ങനെ. അത് ഷെഫ്. അതാണ് ഞാൻ. ഇതാണ് ഉദ്ദേശിച്ചത്. അതാണ്. ഭയങ്കര. അന്നിട്ട് ഇവിടെ വന്ന ഇങ്ങനെ ഈ ഡ്രസ് ഇട്ടോണ്ട് എന്റെ പൊന്നു മലയാളി, ഇത് മാട്ട കടയല്ലേ? ഇതെങ്കിലും കണ്ട് 10 പേര് കയറി വരട്ടെ. കഷ്ടമായിട്ട് കയറി വരും. നീ അല്ലേ പാചകം ചെവിക്കകത്ത് പഞ്ഞി വെച്ചിരിക്കുന്ന ഞാൻ വിളിക്കുന്ന ചീത്തയാക്കാരിക്കാനാണ്. അല്ലല്ലല്ല, ഇന്നലെ തിളച്ച വെള്ളം കാലിൽ വീണു. കാലില് തിളച്ച വെള്ളം വീണേ ചെവിക്കകത്ത് എന്തിനാണ് പഞ്ഞി? എന്റെ കയ്യിൽ നിന്ന് തിളച്ച വെള്ളം എന്റെ ഭാര്യയുടെ കാലിലൊന്ന് വീണു. എടുത്തുകള. സമയത്തിന് വരത്തുമില്ല. എടാ, ഒരു ഷെഫ് ആണോ ആദ്യം എന്താണ് വേണ്ടതെന്ന് അറിയാമോ? എന്താണ് വേണ്ടത്? ഒരു ഷെഫിന് ആദ്യം എന്താണ് വേണ്ടത്? പിന്നെ ആദ്യം വേണ്ടത് മറ്റേ ഇങ്ങനെയൊക്കെ ഉപ്പിടാനൊക്കെ അറിയണം. ഇങ്ങനെ അങ്ങനെ ഉപ്പിടുന്നത് അങ്ങനെയാണ് അവരുടെ സ്റ്റൈല്. എടാ അതല്ല, കൃത്യനിഷ്ഠ വേണം. കറക്റ്റ് സമയത്തിന് വന്ന് പാചകം തുടങ്ങണം. നീ കറക്റ്റ് സമയത്തിന് വരാറില്ല. അയ്യോ അതല്ല മുതലാളി, ഇന്ന് ഞാൻ കറക്റ്റ് സമയത്ത് വരണമെന്ന് വിചാരിച്ചതാ. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ ഒരു സുന്ദരി കൊച്ച് സ്കൂട്ടർ കൊണ്ട് എന്റെ മുമ്പിൽ എടുത്തിട്ട് ചോദിക്കുകയാണ് ലിഫ്റ്റ് വേണോന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ഒരു സുന്ദരി കുട്ടി ലിഫ്റ്റ് വെച്ചിട്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്? മുതലാളിക്ക് അത് പറയാം. എന്റെ വീട് ഒരു നിലയേ ഉള്ളൂ, അതിനകത്ത് ലിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടാണ് ഞാൻ ഓടുമ്പോ വെളിയിൽ പോയി. എടാ, ഇവിടെ പാചകം ചെയ്തിട്ടില്ല, ലിസ്റ്റിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചില്ല. നീ എവിടെ കറങ്ങി നടക്കായിരുന്നു? നിനക്ക് എന്തായിരുന്നു ഇന്നലെ എവിടെ വരാത്തടാ നീ? ഇന്നലെ ഞാൻ വീട്ടിലുണ്ടായിരുന്നു മുതലാളി. വീട്ടിലുണ്ടായിരുന്നിട്ടാണ് ഇവിടെ ജോലിക്ക് വരാത്തത്? പക്ഷെ ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. നീ തിരക്കായിരുന്ന? ഞാൻ വിളിച്ചിട്ടും ഭയങ്കര തിരക്കായിരുന്നല്ലേ, കിട്ടിയില്ല. എന്തായിരുന്നു കാര്യം? അത് ഞാൻ വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോ ഞാൻ ഫോൺ എടുത്ത് എന്നെ തന്നെ വിളിച്ചു. അപ്പൊ അവര് പറയാണ് നിങ്ങൾ വിളിക്കുന്ന കസ്റ്റമർ തിരക്കിലാന്ന്. ഞാൻ ഭയങ്കര തിരക്കിലാണ് മുതലാളി. കൈവാക്കിനൊന്നും നിൽക്കരുത് കറക്റ്റായിട്ട്. പിന്നെ ഞാൻ എടുത്തൊരു കാര്യം ഞാൻ പറയാം. പിന്നെ പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്തോ. ഞാൻ ഇവിടെ അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് കാണില്ല. എവിടെ പോന്നു? ഞാൻ ഹോസ്പിറ്റലിൽ പോകണം. എനിക്ക് ഷുഗറിന്റെ പ്രശ്നം ഉണ്ടെന്നോ, കൈയൊക്കെ വിറയിലും. ടെസ്റ്റ് ചെയ്യണം. അല്ല ഭ്രാന്തം ഉണ്ടാ മുതലാളി. ഈ ആശുപത്രിയിൽ പോയി പൈസ നിങ്ങളെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ. പിന്നെ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? ഒറ്റ ഐഡിയ ഉള്ളൂ. കണ്ട അവിടെ മരം കണ്ട അവിടെ പോയി മുണ്ടും മടക്കി കുത്തി ഇരുന്ന് മൂത്രം ഒഴിക്കുക. അപ്പൊ ഈ മൂത്രത്തിൽ ഉറുമ്പരിച്ചാൽ ഷുഗർ ഉണ്ട്. ഇനി അവിടുത്തെ പുൽനാമ്പുകൾ കഴിഞ്ഞാലോ മുതലാളിക്ക് മൂത്രത്തിൽ ഉപ്പിന്റെ അസുഖം. ഇനി പൊക്കെ മുണ്ട് താത്തിടാൻ മറന്നുപോയാൽ മുതലാളിക്ക് അൽഷിമേസും ഉണ്ട്. എന്തോന്ന് പറഞ്ഞാലേ അതല്ലടാ, അവിടെ പോയി ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ മരുന്ന് കഴിക്കണമെന്ന് അറിയാൻ പറ്റുമോ? മരുന്നൊന്നും കഴിക്കണ്ടെന്ന്. പിന്നെ നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കുടിച്ചാൽ മതി. നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന എന്തിനാണെന്നറിയാമോ? എന്തിനാണ് അമ്പിളിക്കുട്ട? അത് ചവച്ച് തിന്നാൻ പറ്റാത്തത്. ഒരു സാധനം തൊണ്ട പാചകം ചെയ്യണം. എനിക്കറിയാമായിരുന്നു മുതലാളി എന്റെ അടുത്ത് ഇതൊക്കെ പറയൂ. കണ്ടാ ഊണ് റെഡി. അത് മുതലാളിയുടെ സേഫ്റ്റിക്ക്. മുതലാളി നീതി പാലിക്കുക. അത് എന്റെ സേഫ്റ്റിക്ക്. രോഹി, ദ്രോഹം ചെയ്യരുത്. എന്തെങ്കിലും ജോലി ചെയ്യണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, ആ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിൽ നമുക്ക് ഫുഡ് കൊടുക്കാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. നല്ല രീതിയിൽ നോക്കണം. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ചായ കൊടുക്കൂലേ ഇങ്ങനെ വിരൽ മുക്കി? അങ്ങനെ കൊടുക്കരുത്. ആ ശ്വേതാമ്മയോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അവരൊക്കെ ചായ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് കൊടുക്കാൻ നിൽക്കണ്ട. നീ അവിടെ ടീ ബാഗ്, പാല്, പിന്നെ അതുപോലെ കപ്പ്, സോസർ, അതുപോലെ വെള്ളം എല്ലാം ഇങ്ങനെ വെച്ചിരുന്നാൽ അവർ ആവശ്യത്തിന് ഉണ്ടാക്കി കഴിച്ചോളും. ചായ തയ്യാറാക്കി കഴിച്ചോളും. അപ്പൊ അവിടെ പഴംപൊരി ചോദിച്ചാൽ ഞാൻ പഴം, മാവ്, ചീക്കട്ടി, എണ്ണ എല്ലാം ചായ ഞാൻ കൊടുത്തോളാം. കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. പിന്നെ ഒരു കാര്യം, ശ്വേതാ മേഡത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? അതിന് ടെൻഷൻ അടിക്കണ്ട. അവർക്ക് എന്ത് കൊടുത്താലും നമുക്ക് കിട്ടാനുള്ള കിട്ടുമല്ലോ. നീ കാരണം നീ കിട്ടുന്നുണ്ട്. ആ ബാങ്ക് മാനേജറിനെ തിരക്കി കിടക്കുകയാണ്. ഇന്നലെ നീ ഇവിടെ വന്നപ്പോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു. അയാളടുത്ത് എന്തോ വൃത്തിയോട് ആ മാനേജറുള്ള ബാങ്കിൽ തന്നെ എനിക്കും അക്കൗണ്ട്. മനസ്സിലായ? അങ്ങനെ ഇവിടെ വന്ന് എന്റെ അടുത്ത് ചോദിച്ചു ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ചൈനീസ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ജർമ്മൻ എല്ലാ ഫുഡും ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വായിൽ നാക്കിൽ ഞാൻ വെള്ളം വരെ വരുത്തിച്ചു. എന്നിട്ട്
എന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്നും ഇല്ലെന്ന്. എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോയത്? ഇല്ലാത്ത ആഹാര സാധനങ്ങൾ എന്തിനാ അവരെ ATM-ന്റെ അകത്ത് കയറുമ്പോ ഇങ്ങനെയാ, നമ്മൾ കാർഡ് ഇടും, നമുക്ക് ഏത് അക്കൗണ്ടാന്ന് ചോദിക്കും, നമ്മളെ പാസ്വേഡ് ചോദിക്കും, എത്ര രൂപ ആണെന്ന് ചോദിക്കും, എല്ലാം കുത്തി കാത്തിക്കും, പറയും ഈ ATM-ൽ പൈസ ഇല്ല, വേറെ ATM-ൽ പണിക്ക് ഞാൻ അങ്ങോട്ടൊരു പണി കൊടുത്താ. എങ്ങനെയുണ്ട്? എന്നതുപോലെ ചവച്ചോണ്ടിരിക്കുന്ന എന്തോ ചവയ്ക്കുന്നത്? ബബിൾക്കം. തുപ്പിക്കളടാ. തുപ്പിക്കളയില്ല, ഞാൻ പറ്റിക്കാൻ വേണ്ടി ചവയ്ക്കുന്നയാ. ആരെ പറ്റിക്കാൻ? എന്റെ വയറ്റിലെ കൊക്കോ പുഴു. എങ്ങനെയാണോ പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചവയ്ക്കും കൊക്കോ പുഴു വയറ്റിൽ കിടന്ന് നോക്കിട്ട് ആഹാ അവൻ എന്തോ ചവയ്ക്കുന്നുണ്ട്, ഇപ്പൊ തുപ്പിക്കളയും, കൊക്കോ പുഴു ചമ്മി പോകും. ശരീരത്തിനകത്തുള്ളവർക്കും സ്വസ്ഥതയില്ല, പുറത്തുള്ളവർക്കും സ്വസ്ഥതയില്ല. പരമ കഷ്ടമേ. ഞാൻ ചോദിക്കുന്നത്, ഈ കടയിൽ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊന്നും ആഹാരം ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ കയറാത്തത്. എന്തെങ്കിലും വെറൈറ്റി ഫുഡ് വേണോ? വെറൈറ്റി ഫുഡ് എന്റെ മനസ്സിൽ ഒരെണ്ണം ഉണ്ട് മലയാളി. എന്താണ്? മസാല പൂരി. ഇവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ പൂരി മസാല. അതല്ലെന്ന്, ഇത് മസാല പൂരി. മസാല പൂരി അതെങ്ങനെ അത് ഉണ്ടാക്കും? നമ്മൾ ഗോതമ്പ് ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോ പൊങ്ങി വരും. അത് പൂരി കറി കടി വെക്കാതെ. എന്നിട്ട് നമ്മൾ ഉരുളക്കറിക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് മസാലയൊക്കെ ഇട്ട് കറിയൊക്കെ ഉണ്ടാക്കി വെക്കും. അതിങ്ങനെ ഇങ്ങനെ കൊണ്ടുവയ്ക്കും. ആണ് പൂരി മസാല. ഇത് പൂരി മസാല. ഇത് നമ്മൾ ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെക്കണം. മസാല പൂരി ഒല്ലിക്കാൻ വേണ്ടി ഓരോരോ കടകൾ. ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇവിടെ കച്ചവടത്തിന് ആൾക്കാർ കയറാത്ത? എന്താണ് മോശമാണ് ഇവിടെ? ആകെ ഒരു വൃത്തം മാത്രമാണ് വന്നിരിക്കുന്നത്. ഞാൻ പിടിച്ചോണ്ടുന്ന വൃദ്ധനാണ്. അയാൾ ബാർബർ ഷാപ്പിൽ ഇരുന്നാണ്. മുതലേ കൗണ്ടർ കേട്ടിട്ടില്ലേ പണ്ടത്തെ ഹോട്ടൽ എന്ന് കരുതി ഒരാൾ ബാർബർ ഷാപ്പിൽ കയറി. അയാൾ വയസ്സായിട്ട് ആ ബാർബർ ഷാപ്പിൽ ഇപ്പോഴും കയറി ഇറങ്ങും. ഹോട്ടലിൽ നിന്ന് കയറി ഞാൻ പിടിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അയാൾ മുടിവെട്ടാനോ ഷേവ് ചെയ്യാനോ ഒന്നായിരിക്കും. പറഞ്ഞു വിടടേ. പരമ കഷ്ടം തന്നെ. നിനക്കൊരു ഉപകാരത്തിനും ഇല്ല എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്ന ഈ ഹോട്ടൽ പുതിയ എന്തെങ്കിലും ഷെഫിനെയൊക്കെ വെച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കിയാലോ? അതൊന്നും അല്ല മുതലാളി, നമ്മൾ വെറുതെ കടപാത്രം കെട്ടിട്ടിട്ട് കാര്യമില്ല. ഇതിന് പരസ്യം പബ്ലിസിറ്റിയാ കൊടുക്കണം. ഹോട്ടലിനാ പരസ്യം? പിന്നെന്തു കൊടുത്താ? ഞങ്ങളവിടെ ഒരു അമ്മച്ചേരി ഒരു കടയുണ്ട്. അവിടെ ആകപ്പാടെ മുറുക്കാനും ബീഡി സിഗരറ്റ് മാത്രമേ ഉള്ളൂ. ആ അമ്മച്ചി വരെ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഞാനല്ലേ പരസ്യം എഴുതിയത്. പരസ്യം എഴുതിയത് പരസ്യം എന്റെ ആ കടയ്ക്ക് വരെ പരസ്യം. അമ്മച്ചിയുടെ കട പിന്നെയാണ് മോലാലിയുടെ. അമ്മച്ചിയുടെ കടയാണ്, ഞാനാണ് പരസ്യം എഴുതുന്നത്. ആയിക്കട്ടെ മോലാലി. അമ്മച്ചീര കട, അമ്മച്ചീര കട. മൂട്ടിൽ പഞ്ഞി വെച്ച സിഗരറ്റ്, പഞ്ഞിയില്ലാത്ത ബീഡി, ചുണ്ടിനടിയിൽ വയ്ക്കുന്ന തലേണ എന്നീ ആരോഗ്യവർദ്ധക വസ്തുക്കൾ ലഭ്യമാകുന്ന മാന്യമായ ഒരു കട. അമ്മച്ചീര കട, അമ്മച്ചീര കട. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഒളിച്ചു നിന്ന് സിഗരറ്റ് വലിക്കാനും മുറുക്കാൻ ചവച്ച് ചെതറിച്ച് തുപ്പാനും ഉള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളമടിച്ച് വരുന്നവർക്ക് വീട്ടിലെത്താനുള്ള ഗൂഗിൾ മാപ്പ് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെള്ളമടിച്ച് തെറി വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 1500 പുതിയ തെറികൾ അടങ്ങുന്ന പുസ്തകം തികച്ചും സൗജന്യം. അമ്മച്ചീര കട, അമ്മച്ചീര കട. ഇത് പൊളിക്കോ? ചെറിയ കടയ്ക്ക് നല്ല കടക്കല്ലേ ചെയ്തു കൊടുക്കൂ. ശമ്പളമാകുന്ന കടയ്ക്ക് വേണ്ടി ചെയ്യില്ലല്ലോ. എനിക്കറിയാം മോലാളി എന്റെ ചോദിക്കുമെന്ന്. ആണ്ട് നമ്മളെ ഹോട്ടലിന്റെ പരസ്യം എഴുതി വെച്ചേക്കുന്നു. വീട്ടിലേക്ക് അങ്ങോട്ട് വായിച്ചു രുചി ഹോട്ടൽ, ഹോട്ടൽ രുചി. അയ്യോ എന്റെ പഠിച്ച ജിജി. മിതമായ ഭക്ഷണം അമിതമായ വിലയ്ക്ക് ലഭിക്കുന്ന ഏക സ്ഥാപനം. ചിക്കൻ കബാബ്, ചിക്കൻ ഗുലാബ്, ചിക്കൻ പുലാവ്, പള്ളുരുത്തി ശിഹാബ്, ചിക്കൻ അർബാബ്. അവനാണിത് ഡബ്ബിയുള്ള, അവനെ ബൂസ്റ്റ് ചെയ്തിലേക്ക് പറയൂല. എന്നീ ഫാസ്റ്റ് ഫുഡുകൾ ഇവിടെ ലഭ്യമല്ല. ഞങ്ങളുടെ പ്രത്യേകതകൾ: പുട്ടിന് കടലയില്ല, ചായയിൽ പാലില്ല, ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ ഇല്ല, കഴിക്കാൻ പ്ലേറ്റ് ഇല്ല, കടയിൽ സാധനങ്ങളില്ല, കട തുറക്കാറുമില്ല. ഈ ഹോട്ടൽ ഞങ്ങൾ ഒരുക്കുന്ന സമ്മാന പദ്ധതി: മത്സരങ്ങളില്ല, നറുക്കെടുപ്പില്ല, വിജയികളില്ല, സമ്മാനങ്ങളും ഇല്ല. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഹോട്ടൽ തൃപ്തി. അതെന്നെ നിർത്തി ഹോട്ടലിൽ നിർത്തിച്ചത്. പിന്നെ വേണമെങ്കിൽ ഒരു സഹായം നിന്നെ കൊണ്ടാണ്. ഒരു സഹായം ഉണ്ടാ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഫുഡ് സേഫ്റ്റി ഒക്കെ വന്നില്ലേ, 5000 രൂപ പെറ്റി അടിച്ചിട്ട് നീ കാരണം ആ ഫ്രിഡ്ജിൽ ഇരുന്ന പഴയ ഭക്ഷണം എടുത്ത് കളയാൻ പറഞ്ഞിട്ട് കളഞ്ഞായിരുന്നു നീ. അത് ശരിയാ. 2 ദിവസം കഴിയുമ്പോൾ അവർ മിക്കവാറും വരും. 2 ദിവസം കഴിഞ്ഞല്ല, ഇന്ന് വരും. എനിക്ക് രഹസ്യം ഓരം കിട്ടിയിട്ടുണ്ട്. നിനക്ക് പിന്നെ അത്രയും ഉണ്ട്. അതൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അതുകൊണ്ട് എത്തി എന്നറിയാമോ, നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി ഫ്രീസറിൽ ഇരുന്ന പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഏത് പഴയ സാധനം എടുത്ത് കളഞ്ഞ? മുതലാളി മെനഞ്ഞാന്ന് മേടിച്ചിട്ട് 1200 ഐസ്ക്രീം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം പഴയതാടാ. പിന്നെ അത് ഇന്ന് ഉണ്ടാക്കിയല്ലോ, മെനഞ്ഞാന്ന് മേടിച്ച് വെച്ചല്ലേ എടുത്ത് കളഞ്ഞത്. ഉപദ്രവിക്കാതെ പോയി തരോ ദൈവമേ. ഒരു കാര്യം ചെയ്യും, പോയിത്താ, ഉപദ്രവിക്കരുത്. മുന്നിലോട്ട് പോയി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഓർഡറെങ്കിലും ഉണ്ടാക്കിക്കോളാം. ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു മണിയനീച്ച വന്നിരിക്കുന്നത്. നല്ല ചെറുപ്പക്കാരനെന്ന് പറയാം. അങ്ങനെ അല്ലെങ്കിൽ നമ്മളങ്ങനെ പോഴ്ത്തണം. പോയി ചോദിക്കും. ഓർഡർ എന്താ വേണ്ടേ? എനിക്കൊരു സിംഗിൾ ഓംലെറ്റ്. മലയാളി, ഈ സിംഗിൾ ഓംലെറ്റിൽ എത്ര മുട്ട ഇടണം? ഞാൻ അടിച്ചു തരാം. ഒരു മുട്ട മതി. ഒരു മുട്ട ഞാൻ ഉണ്ടാക്കാം. എടുത്തോണ്ട് വാടാ.
അയ്യോ ഭാഗ്യം കേട്ടോ, മുതലാളിക്ക് ഭാഗ്യമുണ്ട്. ആകെപ്പാടെ ഒരു മുട്ടയുണ്ട്. സിംഗിൾ ഓംലെറ്റിന് ഒരു മുട്ട മതിയല്ലോ. മതിയാ? എടാ, ഞാൻ ഉണ്ടാക്കും. നീ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കുന്നു. ഞാൻ ഉണ്ടാക്കുന്നു. മുതലാളി ചുമ്മാ ഇരുന്ന് ഞാനൊരു പുതിയ വെറൈറ്റി ഐറ്റം ഞാൻ ഉണ്ടാക്കും. ഓംലെറ്റിലാ? ഓംപ്ലേറ്റില് എന്താ variety? ഓംപ്ലേറ്റ് ഗുൽഗുലാബി. അത് കൊള്ളാലോ. എന്താണ് സാധനം? അത് മുതലാളി കഴിച്ചു നോക്കണം. ഇനി ഇതങ്ങോട്ട് ഫേമസ് ആവും ഈ ഫുഡ്. ആളുകൾ വന്ന് നേരാന്ന് കയറും. നോക്കിയോ? എന്റെ അടുത്ത് സ്നേഹമുണ്ട്. പിന്നെ ഈയിടെ ഇത്തിരി ബുദ്ധിയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. നീ ആള് മാറി പോട അമ്പിളിക്കുട്ടാ. അല്ല, എന്തുവാ കാണിച്ചത്? ഞാൻ എന്റെ സ്റ്റൈല് കാണിച്ചതാ. എന്റെ സ്റ്റൈൽ കാണിക്കപ്പോ ആരെങ്കിലും നിർബന്ധിച്ചാ? എന്റെ സ്റ്റൈല് കാണിച്ചില്ലെങ്കിൽ എന്റെ ആരാധകർ എന്റെ കൂടെ പിണങ്ങും. അനാഥകരിക്കല്ലേ? ഇവിടെ ആകെ ഒരു മുട്ട അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ എന്തിനാ അവന് ഓംലെറ്റ് കൊടുക്കാൻ? ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ലീലാമണി ചേച്ചി വീട് വരെ പോയിട്ടോ. അവള് മുട്ടയിടല്ലോ പ്രസവിക്കില്ല. പ്രസവിച്ചെടുക്കുക. എടാ അതല്ല, അവിടെ കോഴിയുണ്ട്, അവിടെ മുട്ട ഉണ്ട്, എടുത്തോണ്ട് വാ. കോഴിയൊക്കെ അവര് വാരി വിറ്റ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? മുട്ടയ്ക്ക് എന്ത് ചെയ്യും? ടൗണിൽ പോണം മുട്ട വേണമെങ്കിൽ. ടൗണിപ്പോ ഒരു ആകെ ഒരു കച്ചവടം കൂടെ ഇല്ലാതായി കളഞ്ഞ്. എന്തിനാണ് സുഹൃത്തെ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? മുതലാളി അങ്ങനെ പറയരുത്. മുതലാളിക്ക് ഒരു കാര്യം ഓർമ്മ വേണം. എന്തോന്നു? മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടി. അത് എന്റെ ഭാഗ്യദോഷം. നമ്മൾ തമ്മിൽ സംസാരിച്ചു. അതെന്റെ വിവരക്കേട്. നമ്മൾ സുഹൃത്തുക്കളായി. അത് വരാനുള്ള വഴി തങ്ങില്ല. മുതലാളി എനിക്ക് ഇവിടെ ജോലി തന്നു. എന്റെ അഹങ്കാരം. ഞാൻ ഒരിക്കലും മുതലാളിയെ വിട്ടു പോകത്തില്ല. കണ്ടക ശനി കൊണ്ടേ പോവും. ഉണ്ടില്ലേ? ഇല്ല, മറന്നുപോയി. ഉണ്ടല്ല? ഉണ്ട്. ഇനി പോയിട്ട് ഒരു കാര്യം ചെയ്യ്, ഈ ലിസ്റ്റിലുള്ള സാധനം വാങ്ങിച്ചിട്ടോ. ഓ ഇപ്പൊ വരാം. മുതലാളി ഒരു കാര്യം മറന്നുപോയി. ലിസ്റ്റ് അല്ലേ? അല്ല, ഇതില്ലായിരുന്നെങ്കിൽ പിന്നെ വെൽക്കം ബാക്ക് ടു ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ് പവർഡ് ബൈ അമൃതവേണി ലൈഫ് കിറ്റ് കോ പവർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. ഇന്ന് കോമഡിയാകുന്ന കടലിൽ അഗാധത്തിലേക്ക് മുങ്ങി തപ്പി മുത്തും ചിപ്പിയും വാരി ചിരിയുടെ പൂക്കാൽ നമുക്ക് സമ്മാനിക്കാൻ വേണ്ടി വരുന്നു ഷജീറും വിഷ്ണുപ്രിയയും. ഇല്ല, ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട. ഇന്നു മുതൽ പുരുഷന്മാർക്ക് വേണ്ടി എന്റെ നാക്ക് പടവെട്ടും. പേടിക്കണ്ട, നമ്മൾ പുരുഷന്മാർക്കും ഇവിടെ ജീവിക്കണ്ടേ. ധൈര്യമായിരുന്നോളൂ. ഇന്ന് വൈകുന്നേരത്തെ സ്വീകരണത്തിന് ഞാൻ കാച്ചാൻ പോകുന്ന പ്രസംഗമുണ്ടല്ലോ, അത് കേട്ട് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വാലും മടക്കി ഓടും മോനെ. ഒരു കിടുക്കൻ പ്രസംഗമാണ്. ഒരു മിനിറ്റ് നീ വെച്ചോ, ഞാൻ അതൊന്ന് പഠിക്കട്ടെ. ആദ്യം പ്രസംഗം പഠിക്കട്ടെ. ഓക്കെ. ഇവരെയൊക്കെ നിലക്കി നിർത്താൻ പറ്റും, ഞാൻ നോക്കട്ടെ. പ്രിയ പെണ്ണുങ്ങളുടെ പേരാണ്. പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞു തുടങ്ങണ്ട. ആ പേര് വേണ്ട. ഞാൻ രാജു കുമാരൻപെട്ട എന്റെ പുരുഷ സിംഹങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണോ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ സുരക്ഷിതരല്ല. കാരണം നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? നിങ്ങൾ ആരെയും ഭയന്ന് ജീവിക്കരുത്. ഞാൻ അതുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണോ? പറയൂ, നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണോ? പറയൂ. ചേട്ടാ, നിങ്ങൾ ആരും സുരക്ഷിതരല്ല കേട്ടോ. എടി, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഗർജിക്കുന്ന ഒരു സിംഹമാണ് ഞാൻ. നിനക്കിത് ചിരി. ഞങ്ങളുടെ പുരുഷന്മാരുടെ പീഡിക പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പീഡിക വേറെ ആര് പോവാനാണ്? പീഡികയല്ല, ഞങ്ങൾ പുരുഷന്മാരുടെ പിടിക്കപ്പെട്ടോണ്ടിരിക്കുകയാണ്. അത് ശരിയാണ്. അയ്യോ അതല്ല, ഞങ്ങൾ പുരുഷന്മാരുടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തൊക്കെയാണ് ഈ പറയണത്? നിനക്ക് അറിയാൻ പാടില്ല, ഇവിടെ പുരുഷന്മാർ എന്തുമാത്രം വിഷമം കൊണ്ടെന്നറിയുമോ? ഏതെങ്കിലും പാതിരാത്രിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ രാത്രി മറ്റേ ബ്ലാക്കിന് സാധനം എടുക്കണ കാര്യമായിരിക്കും. അതല്ല പറഞ്ഞത്. ഞങ്ങൾ പുരുഷന്മാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാൻ ആളുണ്ടോ? അതുകൊണ്ട് ഞാനൊരു പുരുഷ കമ്മീഷണർ തുടങ്ങി. കമ്മീഷണറല്ല, സുരേഷ് ഗോപി. അതല്ല, പുരുഷ കമ്മീഷൻ തുടങ്ങി. അതുകൊണ്ട് പാതിരാത്രിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ വേണ്ടി ഞങ്ങൾ ഒരു ടോൾ ഫ്രീ നമ്പർ ഇറക്കി മോളെ. എന്ത് നമ്പർ? 111. എന്താണ് ഈ 111? അതറിയാൻ പാടില്ലേ? ഞങ്ങൾ ആണുങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പ പറയും, ഒരു മിനിറ്റ്. ഒരു മിനിറ്റിലോ ഒന്നാണ് ആ ഒന്ന്. അത് ശരിയാ, എന്ത് ചോദിച്ചാൽ അപ്പൊ പറയും ഒരു മിനിറ്റ് എന്ന്. അല്ല, തന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങള് സ്ത്രീകൾ ഇവിടെ സുരക്ഷിതമായിട്ടാണ് നിൽക്കണത്. എന്താ സ്ത്രീകൾക്ക് സുരക്ഷയില്ലേ? സ്ത്രീകൾ സുരക്ഷയല്ലേ? ഫസ്റ്റ് ഒരു 3 ആണുങ്ങളുടെ ഇടയിൽ പോയിട്ട് നമ്മൾ പെണ്ണുങ്ങൾ ഒന്ന് മിങ്കിൾ ചെയ്ത് സംസാരിച്ച് ഇവര് പറയാൻ പോണെന്നറിയോ? അവള് ശരിയല്ലോട്ടോ, ഇടങ്ങേറാണ്, കറക്കി എടുക്കണ ആമ്പിള്ളേരാ. ഇതല്ലേ ചേച്ചി പറയണത്? അതേ സമയം ഒരു 3 പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരാണ് പോയിരിക്കണെങ്കിൽ ഇവന്മാരെന്താ പറയണെന്നറിയാവോ?
നോക്കടാ അവന്റെ ഒരു യോഗം നോക്ക്. ആ പെമ്പിള്ളേരെ കറക്കി എടുത്തിരിക്കണ കണ്ടാന്ന്. ശരിയല്ലേ? ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് സ്ത്രീകൾക്ക് നിലയ്ക്ക് നിൽക്കാൻ അറിയാൻ പാടില്ല. എടാ ഞാൻ നിലത്ത് തന്നെ നിക്കണത്. നീ നിലത്താണ് നിൽക്കുന്നത്, പക്ഷെ പല സ്ത്രീകളും ഇപ്പോൾ എയറിലാണ്. അതൊക്കെ എനിക്കറിയാം. എടി ഞാൻ പറഞ്ഞു വന്നത്, ഈ എന്റെ അമ്മൂമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ കാലത്തെ സ്ത്രീകളൊക്കെ മുട്ടപ്പല്ല വെള്ളയപ്പം. എടി മുട്ടപ്പം നീളമുള്ള മുണ്ടും ബ്ലൗസും മാത്രമാണ് എടുത്തു നടന്നിരുന്നത്. പക്ഷെ ഇന്നത്തെ സ്ത്രീകൾ അങ്ങനെയല്ല. മുട്ടപ്പം നീളമുള്ള തുണിയൊക്കെ ഇങ്ങനെ കേറി 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 ഇപ്പൊ കീറിയ തുണിട്ടുകൊണ്ടാണ് അവർ നടക്കുന്നത്. അറിയാവോ? ഈ മുട്ടപ്പം വരെ പൊതിഞ്ഞെന്ന് അമ്മമ്മക്ക് എത്ര മക്കളായിരുന്നു? 14. അതെ, ഞങ്ങൾ ഇത്ര ഉള്ളത് ഇട്ടാലും ഞങ്ങൾക്ക് കൂടി വന്ന ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടികൾ. ദൈവമേ, ഭർത്താവായ എന്നെ ഇടയിടാന്ന്. ദൈവമേ, ഭാര്യ എന്നെ നിങ്ങൾ പറഞ്ഞത് കേട്ടാ എന്നെ എടാന്ന്. നിങ്ങൾ പറഞ്ഞത് കേട്ട എന്നെ എടീന്ന്. എടി എടാ എടി മോളെ, എടാ മോനെ, മോളെ മോനെ, മുത്തേ, എന്തടി? ഇങ്ങനെയൊക്കെയാണ് പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നത്. പാടില്ല, ഞങ്ങൾ ഇതിനകത്ത് വീണ് പോവൂല മോളെ. എടി എന്റെ അടുത്ത് കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഒരു പ്രകൃതി നിയമമാണ്. എടി പൂവൻ കോഴി അടയിരിക്കണ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. കൊമ്പനാന പ്രസവിക്കണ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പശു പാല് തരുമായിരിക്കും എന്ന് കരുതി കാള പാല് തരുന്ന നീ കണ്ടിട്ടുണ്ടോ? വാലി പൊക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചാണകൂടാനാണ്. ഈ സമൂഹം ശരിയല്ല. അത് നീ പറഞ്ഞത് ശരിയാട്ടോ. ഇന്ന് രാവിലെ ഞാൻ കഴിച്ചപ്പോ ചെറിയൊരു വളിപ്പുണ്ടായിരുന്നു. രാവിലെ തിന്ന സമൂസ ശരിയല്ലെന്നല്ല പറഞ്ഞത്. ആ സമൂഹം എങ്ങനെ ശരിയാവും? എടി നീ നല്ല ജോലിക്ക് പോകുന്നുണ്ട്, നല്ല അധ്വാനിച്ച് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ കിട്ടുന്ന പൈസ കൊണ്ട് നീ ഉടുത്തുരിഞ്ഞ് എങ്ങോട്ടാണ് ഈ പോണത്? ലോകത്തെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങളും അത്ഭുതങ്ങളും നടക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോണത്. ആ അതിന്റെ പേരാണ് ബ്യൂട്ടി പാർലർ. അവിടെ പറഞ്ഞത്. പക്ഷെ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ പെണ്ണുങ്ങൾ ഞങ്ങൾ ആണുങ്ങളെ അനുകരിച്ചില്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ എന്തനുകരിച്ചെന്നീ പറയണത്? എന്തനുകരിച്ചെന്നാ? ഞങ്ങൾ ആണുങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ബെർമൂഡ കണ്ടുപിടിച്ചത്. പിന്നെ നിങ്ങൾ എന്തിനാടി നിങ്ങൾ ഈ ബെർമൂഡ ധരിച്ചുകൊണ്ട് നടക്കുന്നത്? പോട്ടെ, ജീൻസ് പാന്റും ടീഷർട്ടും നിങ്ങൾ എന്തിനാടി വലിച്ചു കയറ്റിടുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെന്താണ് ഈ 2 സാധനം? കാല്. ഇതെന്താണ് ഈ 2 സാധനം? കാല്. ഇതിൽ കൂടി ടിപ്പറല്ലല്ലോ വലിച്ചു കയറ്റുന്നത്. അതെ, ഞങ്ങളുടെ അരയിൽ പാന്റ് ഇട്ടാ കിടക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നീ എന്തായി പറഞ്ഞു? ഞങ്ങൾ സാരിയും ചുരിദാർ ഇട്ട് നടക്കണം പറഞ്ഞത്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, ഇന്ത്യൻ സിനിമയിൽ അമരീഷ് പുരി അടിപ്പാവാട് ഇട്ടോണ്ട് വൃത്തിയിട്ടോ എന്നൊക്കെ പറഞ്ഞു ഒരു പരിപാടിയായിരിക്കും. ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ഞങ്ങൾ ആരും അനുകരിക്കാനില്ല സ്ത്രീകളെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു അഭിമാനം തന്നെയാണ്. ഞങ്ങൾ പുരുഷന്മാരുടെ കൂട്ടത്തിൽ എത്ര പേർക്കാണ് പുരുഷൻ എന്ന് പേരുള്ളത്? ഉദാഹരണത്തിന് വെട്ടൂർ പുരുഷൻ. ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് സ്ത്രീ എന്ന് പേരുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്റെ സ്ത്രീലിനെ കേൾക്കുന്നുണ്ടോ? നമ്മള് പെണ്ണുങ്ങൾക്ക് വേണ്ടിയാ ഞാനീ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്റെ ശ്രീലീസേ, എന്റെ വീട്ടിലുണ്ടോ ഇതുപോലെ ഇരിക്കണം നമ്മുടെ ശ്രീത ചേച്ചി? ഹലോ ഹലോ ഹലോ, ഇങ്ങൊന്നേ. അത് ശ്വേത ചേച്ചി, അത് ആലീസ്, അത് ഡയാന, ശ്രീവിദ്യ. ഇവരുടെ പേരിന്റെ മുമ്പിൽ ഒന്നും സ്ത്രീ എന്ന വാലില്ല. ഞങ്ങൾ ഇടക്കിടക്ക് അങ്ങനെ സ്ത്രീ കൂട്ടി വിളിക്കാറുണ്ട്. അല്ലേടി? ഇതാണ് നിങ്ങൾ പെണ്ണുങ്ങളുടെ കുഴപ്പം. ഇപ്പൊ ഒന്ന് പറയും, കുറെ കഴിയുമ്പോ അത് മാറ്റി പറയും. പക്ഷെ ഞങ്ങൾ ആണുങ്ങൾ അങ്ങനല്ല. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. എന്തിനു പറയണം? ഒരു വീട്ടിൽ ഒരു ചെറിയ പ്രശ്നം ഊതി വീർപ്പിച്ചത് വലുതാക്കുന്നത് ഈ സ്ത്രീകളാണ്. ഞാൻ ഊതി വീർപ്പിച്ചെന്ന് ഒരു ബലൂണ് പോലും ഇന്ന് വരെ ഞാൻ ഊതി വീർപ്പിച്ചിട്ടില്ല. അറിയാമോ? എടി, എനിക്ക് നിന്നോട് സംസാരിക്കാനല്ല, എനിക്ക് സംസാരിക്കാനുള്ളത് ഈ ആണുങ്ങളോടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു ചെറിയ സംസാരം ഉണ്ടായി. ആ സംസാരത്തെ ഒരുപാട് വലിച്ചു നീട്ടി ആ സംസാരം വലിയ പ്രശ്നമാക്കുന്നത് ആരാണ്? ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? അത് ഞാൻ തെളിയിച്ചേരട്ടെ. എടി, നീ ഇപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചേടി. നീ ചേട്ടാ റിമോട്ട് ഒന്ന് എടുത്തരോ? എനിക്ക് വയ്യടി. താൻ ചോദിക്കാൻ പറഞ്ഞിട്ടല്ലോ ഞാൻ ചോദിച്ചത്. അപ്പൊ ഇത്രയും പേരുടെ മുമ്പിൽ എന്നെ ആസാക്കാൻ വേണ്ടിട്ടല്ലേ തന്നെ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്? അല്ലേലും ഇങ്ങനെ എന്റെ അടുത്ത് ഭയങ്കര ഈഗോയാ. കല്യാണം കഴിഞ്ഞ് കയറി വന്നപ്പോ മുതൽ ഞാൻ അനുഭവിക്കണതാ. ഇയാളുടെ അമ്മയുടെ പീഡനം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ ചേച്ചി ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി വന്നത്. സത്യം പറ, നിങ്ങൾ അമ്മയാണ് ഇപ്പൊ റിമോട്ട് ചോദിച്ചെങ്കിൽ താൻ എടുത്ത് കൊടുക്കൂലടോ? എങ്ങനെയുണ്ട്? ഞാൻ ആ കൂടി ഒറ്റ ഡയലോഗ് പറഞ്ഞുള്ളൂ, എനിക്ക് വയ്യടിന്ന്. അതിന് പകരം എന്തോരം ഡയലോഗാ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ സംസാരിച്ച് നശിപ്പിക്കുമെന്ന്. ഇനി ഇത് കഴിഞ്ഞില്ല. ഇങ്ങോട്ട് പാടി. താൻ വിളിക്കടുത്ത് വരാൻ നിൽക്കണം. ഞാൻ പല്ലേ പോടോ പറഞ്ഞു. എനിക്കറിയാം, ഞാൻ ഇങ്ങോട്ട് വിളിച്ച അവൾ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. അങ്ങോട്ട് പോകാൻ പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഇങ്ങോട്ട് വന്നേനെ. ഞാൻ നിങ്ങളുടെ അടുത്ത് സീക്രട്ട് ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ സ്ത്രീകളുടെ ചെവിന്ന് ഒതുക്കിക്കോടാ. എല്ലാ സ്ത്രീകളുടെ ഇടയിലുണ്ട് ഒരു നാഗവല്ലി. ഇവളുടെ ഇടയിലുണ്ട് ഒരു നാഗവല്ലി. ആ നാഗവല്ലിയെ പുറത്തിറങ്ങണ കാണാ ഇപ്പൊ കണ്ടോ? എടി, അതെ
എനിക്കൊരു തമാശ പറയാണ്ടായിരുന്നു എനിക്ക് കേൾക്കേണ്ട തന്നെ തമാശ. എന്റെ അച്ഛനെ കുറിച്ചുള്ള തമാശയാണ്. തന്റെ അച്ഛന്റെ തമാശ എന്താണ്? ഇന്നലെ ഉണ്ടല്ലോ, എന്റെ അച്ഛൻ കള്ളു കുടിച്ച് ഓടയിൽ പോയി വീണ്. പിന്നെ ആൾക്കാരെ കൂടിയല്ലേ വീട്ടിൽ കിട്ടുന്നത്. ഇയാളുടെ അച്ഛൻ ഓടെ കിടക്കുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച്. ഇതൊന്നല്ല, ഇവളുടെ അച്ഛൻ ഓണത്തിന് കാണിച്ച കോമഡിയാണ് കോമഡി. അതായത് ഇവളുടെ അച്ഛൻ വീട്ടിലെല്ലാവർക്കും ഓണക്കോടി മേടിച്ചു. വീട്ടിലെ പെൺപട്ടിക്ക് ഷിമ്മി മേടിച്ചില്ലെന്നും പറഞ്ഞ് ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഒരു ഷിമ്മി മേടിച്ചു കൊടുത്തിട്ട് ആ പട്ടിക്ക് ഇട്ട് കൊടുത്തു. ആ പട്ടി തന്നെ ഇവളുടെ അച്ഛനെ കാണിച്ചു. എന്നിട്ട് ഇവളുടെ അച്ഛൻ ഷിമ്മി ഇട്ടൊരു ചമ്മി കാണായിരുന്നു. പക്ഷേ എന്റെ അച്ഛന്റെ അത്രയും വലിയ തമാശ ഒന്നും എന്റെ അച്ഛൻ പക്ഷെ എന്നാലും അച്ഛൻ ഷിമ്മിട്ട് നിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഞാൻ പറഞ്ഞ പിന്നെ ആവശ്യമില്ലാണ്ട് എന്റെ അച്ഛനെ വലിച്ചിറക്കേണ്ട കാര്യം എന്താണ്? ഇത് കണ്ട എന്റെ അച്ഛനെ പറഞ്ഞപ്പോൾ അവളുടെ അച്ഛനെ പറഞ്ഞപ്പോൾ അതെ, നമുക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ആണുങ്ങൾക്ക് കൊണ്ട് കുറെ വീക്ക്നെസ് ഒക്കെ. ചേട്ടാ നിങ്ങോട്ട് വരുവോ? വരാൻ മനസ്സില്ലെങ്കിൽ എന്നിട്ട് ഇപ്പൊ വന്നല്ലോ. വേറൊരു കാര്യമുണ്ട് ചേട്ടാ, ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കണം ചേട്ടന്റെ അമ്മേനെ ഒന്ന് കാണണമെന്ന്. നമുക്കൊന്ന് വീട് വരെ പോയാലോ? ഇത് ഞാൻ എന്റെ അടുത്ത് പറയാൻ നിൽക്കായിരുന്നു. നമുക്ക് ഇന്ന് പോയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാലോ? 2 ദിവസോ? അല്ലെങ്കിൽ വേണ്ട ഏട്ടാ, നമുക്ക് എന്റെ വീട്ടിൽ പോവാ. നിനക്ക് കണ്ണീ ചോരണ്ടേ? നട്ടപ്ര വെയിലത്ത് നടുവേദനയാണ്. ഈ നടുവേദന പിടിച്ച് ബൈക്ക് ഓടിച്ച് ഞാൻ എത്ര ദൂരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണത് എനിക്ക് പറ്റില്ല. നിനക്ക് കണ്ണീ ചോരാതെ വർത്തമാനം എന്റെ അടുത്ത് പറയാൻ നിൽക്കല്ലേ? ഒറ്റ കണ്ടന്റ് 2 ക്യാരക്ടർ 10 കിലോമീറ്റർ അപ്പുറത്തുള്ള അയാളുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോ അയാൾക്ക് ഒരു കുരുവില്ല. ഒരു 2 കിലോമീറ്ററുള്ള എന്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോ അയാളുടെ സ്വഭാവം മാറിയത് കണ്ടോ? ശ്രീവിദ്യ, നിനക്കൊണ്ടാണ് ഇതുപോലത്തെ അനുഭവമൊക്കെ? ദുരന്തമേ, ഞാനാണ് ദുരന്തം. അയ്യോ നീയാണോ ദുരന്തം? നമ്മുടെ നാട്ടിൽ എന്തോരം ദുരന്തങ്ങൾ വന്ന് ആ ദുരന്തങ്ങൾക്കൊക്കെ ഈ സ്ത്രീകളുടെ പേരാണ്. ഓക്കി കാറ്റ് വന്നു, ഓക്കി സ്ത്രീകളുടെ പേരാണ്. സുനാമി വന്നു, സുനാമി അത് സ്ത്രീകളുടെ പേരാണ്. ഏതെങ്കിലും വാർത്തയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടേ കേരളത്തിൽ സോമൻ കൊടുങ്കാറ്റടിച്ചു? എന്തിന്? ഒരു പ്രഹ്ലാദൻ ഇടിമിന്നൽ എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതൊക്കെ ഒരുപാട് പറഞ്ഞു വൈറലായ സാധനം. സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് പറയും. നിങ്ങൾ ആണുങ്ങൾ ശരിയല്ല 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 കണ്ണി കണ്ട പബ്ലിക് ടോയ്ലറ്റിലൊക്കെ നമ്മുടെ പെണ്ണുങ്ങളുടെ ഫോൺ നമ്പർ പേരൊക്കെ എഴുതി വെക്കണ ഇവരല്ലേ? അത് നീ പറഞ്ഞ ന്യായം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളോട് പ്രതികാരം ചെയ്യണം. മനസ്സിലായോ? അതായത് നിങ്ങൾ പബ്ലിക് ടോയ്ലറ്റിൽ പോയിട്ട് ഞങ്ങൾ ആണുങ്ങളുടെ പേര് നമ്പർ എഴുതി വെക്കൂ. നീ എന്റെ പേര് എഴുതി വെക്കൂ. വേണൂന്ന്. വെറും വേണൂന്ന് പറഞ്ഞാൽ ആരും വിളിക്കല. മടത്തറ വേണു അല്ലെങ്കിൽ കുണ്ടന്നൂർ വേണു അങ്ങനെ എഴുതി വെക്കൂ. ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കട്ടെ. കൂടുതൽ ഡയലോഗ് ഒന്നും പറയണ്ട. കുറച്ചു കാലം കൂടി കഴിഞ്ഞാലേ ഈ ഭരണമൊക്കെ ഞങ്ങൾ സ്ത്രീകളുടെ കയ്യിലായിരിക്കും. പിന്നെ ഭരണം സ്ത്രീകളുടെ കയ്യിൽ വരാൻ വേണ്ടി നോക്കി ഇരുന്നേച്ചാ മതി. സംശയമുണ്ടോ? സംശയമുണ്ട്. എടോ, മലയാള സിനിമയിൽ പോലും അമ്മയുടെ പ്രസിഡന്റ് ആരാണ്? ഇരിക്കണം ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാനും ഒരു സംഘടന രൂപീകരിച്ച് അതിന്റെ പ്രസിഡന്റ് ഞാനാകും. ഏത് സംഘടന? അച്ഛൻ. അതിലെ കൊച്ചച്ഛനാണ് ഈ ഇരിക്കണം കുട്ടിയെങ്കില്. അതിലെ വെല്ലച്ഛനാണ് ആയിരിക്കണം കുട്ടിയെങ്കില്. ഞാനും തുടങ്ങും ഈ സംഘടനയൊക്കെ. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു പുരുഷന് നേരെ ഇല്ലാത്തൊരു കേസും കൊടുത്ത് ജയിലിൽ അയച്ചു. ഇന്ന് അവനെ കോടതി വെറുതെ വിട്ടു. അവന്റെ അടുത്തേക്ക് പോകുന്നു, ഒരു ഹാരം അണിയിക്കുന്നു, അവനെ സ്വീകരിക്കുന്നു. താൻ പോണാ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. അത് പെണ്ണായ നീയല്ല തീരുമാനിക്കണത്. അതെ, ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് താൻ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്താൽ താൻ പെടുവേ. ക്യാമറ മാറ്റി സംസാരിക്കണം. നീ ക്യാമറ മാറ്റി. ഇതാണ് കുഴപ്പം. പുരുഷന്മാർ വീട് പോയത് ഇവിടെയാണ്. എന്തെങ്കിലും പറഞ്ഞു ഇതുപോലുള്ള കേസ് നമ്മുടെ തലയിൽ വരും. ഇതുകൊണ്ടാണ് പുരുഷന്മാർ തോറ്റു പോകുന്നത്. ഇതോടുകൂടി ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇന്നു മുതൽ പുരുഷനായ എനിക്ക് ചേരാത്ത 2 അക്ഷരമുള്ള ഒരു സാധനമുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ചങ്ങ് പിഴുതെടുക്കാൻ പോവുക. ഒന്നും പറയരുത്. പുരുഷനെന്താ എനിക്ക് 2 അക്ഷരമുള്ള ഒരു സാധനമുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ച് ഉപയോഗിച്ചു. നീ കേൾക്കണം. നീ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഞാൻ പിഴുതെറിയാൻ പോകുന്നു. ആ സാധനത്തിന്റെ പേരാണ് ഈശ. എടുത്താ എന്തൊക്കെയാണ് ഇപ്പൊ വിളിച്ചു പറഞ്ഞത്? സോറി,
എന്തിനായിട്ട് എന്റെ അടുത്ത് സോറി പറയണേ? വേറൊന്നുമല്ല, പെട്ടെന്ന് ഇങ്ങനെ എന്നെ വാശി കയറ്റി പറയാണ്ട് പറഞ്ഞു പോയ കുറെ കാര്യങ്ങളാണ്. എനിക്ക് നിന്നോട് യാതൊരു പിണക്കും പരിഭവം. ചേട്ടൻ എന്നോട് സോറി പറയില്ല. ഞാനല്ല ചേട്ടനോട് സോറി പറയണ്ട, എന്റെ ചേട്ടൻ സോറി പറയണ്ട. കണ്ട, നമ്മൾ രണ്ടുപേരും ഒരു സോറി പറഞ്ഞപ്പോ ഈ പ്രശ്നം തീർന്നു. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും. ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നങ്ങൾ. ശരിയാ, ചേട്ടൻ പറഞ്ഞത് ശരിയല്ലേ. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും തെറ്റ് എല്ലാവർക്കും സംഭവിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരാണ് വന്ന് തോണ്ടിക്കഴിഞ്ഞാൽ അങ്ങനെ മാറി നിക്കടാന്ന് പറഞ്ഞ തീരാവുന്ന പ്രശ്നമുള്ളൂ. ശരിയല്ലേ? ഇപ്പൊ ബസ്സിൽ ഒരു ഗർഭിണി കയറിയാൽ തന്നെ നല്ലവരായിട്ടുള്ള ആമ്പിള്ളേര് ചെയ്യൂലേ, ചേച്ചി ഇങ്ങോട്ട് ഇരുന്നോന്ന് പറയൂലേ? അതുപോലെ തന്നെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നല്ലവരുണ്ട് ചീത്തവരുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ വലുതാക്കാൻ എല്ലാവർക്കും താല്പര്യം. എന്നാ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് ജീവിച്ചു നോക്കിയേ, അപ്പോ നമ്മൾ എല്ലാവരും ഹാപ്പി ഫാമിലി. ഷജീർ പറഞ്ഞതിനോട് യോജിക്കുന്നു പറഞ്ഞാൽ പെണ്ണുങ്ങൾ കൊല്ലും. വിഷ്ണുപ്രിയ പറഞ്ഞത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ വെട്ടും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് കറക്റ്റ് ആണ്. ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൊടുക്കാം. അതെ, അല്ല വേറെ കാര്യമുണ്ട്. കറക്റ്റ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും ഇപ്പോഴത്തെ ഒരു സറ്റയർ വിഷയങ്ങളൊക്കെ വെച്ചിട്ട് കറക്റ്റ് കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു വെച്ചേക്കുന്നത് മൊത്തം. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എല്ലായിടത്തും നല്ലവരുണ്ട് ചീത്തവരുണ്ട്, അതാണ് പ്രശ്നം. എനിവേസ്, ബാറ്ററി എത്രത്തോളം ഹാപ്പി ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബാ. രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെയും ഈക്വൽ ആണ്. 20-20 തെറ്റ്. ഓൾ റൈറ്റ്. അപ്പൊ എന്തായാലും ചേച്ചി 40,000 rupees ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ക്രെഡിറ്റ് ആയിരിക്കാണ്. Welcome back to Cutie the Beauty Soap presents Comedy Masters, powered by Amrutaveni Life Kit and co-powered by Rajakumari Group. ശ്വേത ചേച്ചി, നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഒരു പരാതിയുണ്ട്. നമ്മുടെ സ്കിറ്റുകളെല്ലാം അടിപൊളിയാണ്. അപ്പോ എല്ലാരും വന്ന അഭിപ്രായമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ സ്കിറ്റ് കളിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ആരാധകരും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകരുടെ കൂടുതൽ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി സുരേഷ് ഏട്ടനും സന്തോഷ് ഏട്ടനും സ്മൃതിയും റെഡിയാണ്. നമുക്ക് റെഡി ആയാലോ? ചേച്ചി ബാറ്ററി ആണല്ലേ ഓൺ. സോ നമുക്ക് വെൽക്കം ചെയ്യാം സുരേഷ് ഏട്ടൻ, സന്തോഷ് ഏട്ടൻ ആൻഡ് സ്മൃതി. ആള്, ഇന്ന് നമ്മൾ തമ്മിൽ പിരിയുകയാണ്. കഴിഞ്ഞ 5 വർഷം നീ എനിക്ക് നഷ്ടപ്പെടുത്തിയതൊന്നും ഞാൻ തിരിച്ചു ചോദിക്കുന്നില്ല. എന്റെ ജീവിതം ഞാൻ തിരിച്ചു ചോദിക്കുന്നില്ല. പക്ഷെ നീ പോലും അറിയാതെ നീ നിന്റെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ച എന്റെ നിക്കർ, അത് ഞാൻ തിരിച്ചു ചോദിക്കും. യൂണിവേഴ്സിറ്റി കലാലയത്തിൽ ഒരു വാഗമരച്ചോട്ടിൽ കുരുവികളെ പോലെ നമ്മൾ ഒരുപാട് സല്ലപിച്ചിട്ടുണ്ട്. ഹൃദയമാർന്ന സമ്മാനങ്ങൾ ഒരുപാട് നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ നിമിഷം ബോധിമരച്ചോട്ടിൽ നിന്ന് പറന്നകലുന്ന വേഴാമ്പലിനെ പോലെ നമ്മൾ ഇപ്പോൾ ഈ നിമിഷം അകലുകയാണ്. നിന്റെ ഈ പേത്തല പിടിച്ച സാഹിത്യം എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ. നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് എന്തോരം സ്നേഹവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, എന്തോരം സ്നേഹത്തോടെ പേരുകൾ വിളിച്ചിട്ടുണ്ട്. എന്റെ വേഴാമ്പലേ, പൊന്മാനി, എന്റെ പഞ്ചവർണ്ണ തത്തേ, ഇപ്പൊ അതൊന്നും വിളിക്കുന്നില്ലല്ലോ. എടി, കല്യാണം കഴിഞ്ഞ് കാഴ്ച ബംഗ്ലാവിൽ ചെന്ന് ആദ്യമായിട്ടാണ് ഈ പക്ഷികളെ ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിനൊക്കെ ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നെന്ന്. ആ മിണ്ടാ പ്രാണികളോട് അവിടെ നിന്ന് മാപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നത്. പ്രശാന്തിന് ഒരു കാര്യം അറിയോ? ഇന്ന് രാവിലെ എന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പാവന്റെ അച്ഛൻ ഇപ്പോഴും എന്നെ ഓർത്ത് തീ തിന്നുവാ. ഇങ്ങേർക്ക് അടുപ്പെന്നോ തീയെന്നോ വല്ലതും ഉണ്ടോ? എല്ലാം കാരി വരുത്തിന്നാണ്. കല്യാണം കഴിഞ്ഞ് നമ്മൾ വിരുന്നിന് എന്റെ വീട്ടിൽ പോയപ്പോ മാമൻ എന്നോട് പറഞ്ഞതാ, ഞാൻ മാറ്റി നിർത്തിയാ പറഞ്ഞത്, നിങ്ങളുടെ നടപ്പത്ര ശരിയല്ലെന്ന്. ഞാൻ ഊണും കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഒരു കാലിൽ എന്റെ ചെരുപ്പും ഒരു കാലിൽ നിന്റെ മാമന്റെ ചെരുപ്പുമായി പോയി. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നടന്നത്. ഇപ്പോഴും ജീവിതത്തെ പറ്റി ഒരു ചിന്തയില്ലല്ലേ? നീ പോടിയിരുന്നു. ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി ഞാൻ എന്തോരം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പ്രശാന്തിന് അറിയോ? അപ്പൊ കാല് മാത്രം മതിയോ? കൈക്കും തലയ്ക്കും വേണ്ടി വേറെ ആരെങ്കിലും വന്ന് പ്രാർത്ഥന? ഞാൻ കാര്യം ചോദിക്കട്ടെ, നീ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഇവിടെ ഇറങ്ങിപ്പോ ഇവിടെ എന്താണ് വിഷയം? പ്രശാന്ത് കൂട്ടുകാരെ കൂട്ടി വന്ന് ഇവിടെ ഇരുന്ന് മദ്യപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എപ്പോഴും കൂടി 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 എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു തീരുമാനം എടുത്തു, ഞാൻ എന്റെ വീട്ടിൽ പോവാ. എന്റെ മാമൻ ഇപ്പൊ എന്നെ കൂട്ടാൻ വരും. അപ്പൊ നിന്റെ മാമൻ വരുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വെച്ച് ഈ ബന്ധം പിരിയാം. ഞാൻ പോയി എന്റെ കാറിന്റെ ചാവി എടുത്തോണ്ട് വരും. ഞാൻ പോയി എന്റെ സ്കൂട്ടറിന്റെ ചാവി എടുത്തോണ്ട് വരും. ശരി.
മണിയുടെ ശബ്ദം അടിച്ചല്ലെന്ന് ഞാൻ ടൗണിലെത്തി. ഇവിടല്ലേ നമ്മുടെ പ്രശാന്തും മാളും താമസിക്കുന്നത്. ഞാനല്ലേ അവരുടെ കല്യാണം നടത്തി കൊടുത്തത്. അപ്പൊ അവരെയും കൂടെ കണ്ടേം വെച്ച് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. വെച്ചോ വെച്ചോ വെച്ചോ. ഇവിടുത്തെ പിള്ളേര് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച ഒരു മാഷാ ഞാൻ. അപ്പൊ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഇന്ന് അവര് ഞെട്ടും. ഇല്ലേ, ഞാൻ ഞെട്ടിക്കും. എന്നോടാ നോക്കളി. ശരിയാക്കി തരാം. ഇനി ഒരു നിമിഷം പോലും ഞാൻ അവിടെ നിൽക്കത്തില്ല. ഞാൻ അറിയാതെ കൂട്ടുകാരെ വിളിച്ച് ഒളിപ്പിച്ച് നിർത്തിയേക്കോ അല്ലേ? ഞാൻ പോയിട്ട് അടിക്കാൻ വേണ്ടി ശരിയാക്കി തരാം ഞാൻ. മുഖം കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ചു നിൽക്കാം. തിരിയരുത്, തിരിയരുത്. ഞാൻ തിരിയാൻ പോവാ. സ്കൂളിലെ മാഷോ? ഇല്ല, അമേരിക്കയിലെ ബുഷ്. മാഷ് എപ്പോഴാ വന്നേ? എന്തൊക്കെയുണ്ട് വിശേഷം? മാഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ, ഭയങ്കര ബഹുമാനമാ. മാഷ് പഠിപ്പിച്ച കവിതകളും കഥകളും ഒക്കെ ഇപ്പോഴും എനിക്ക് കാണാപ്പാടാ. മാഷിനെ ഞാൻ ദൈവത്തെ പോലെ കാണുന്നേ. ഒരു 5 മിനിറ്റ് ഈ സംസാരം ഒന്ന് നിർത്താവോ? തലക്കടി കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. അർഹതയില്ലാത്തത് എന്തൊക്കെയോ എവിടുന്നൊക്കെയോ തോന്നല്. മാഷ് ഇവിടെ ഇരിക്കേ, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഇവിടെ ഇരിക്കേ. അയ്യോ, എന്താ അടിയാ. എടി മിടുക്കി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയ സമയം നോക്കി അവളെ മാമളെ വിളിച്ചു വരുത്തി കുളിപ്പിച്ച് തലയും തോർത്തി ഇവിടെ ഇരുത്തിയിരിക്കുമല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം നിനക്ക് ഞാൻ. അത് തലക്കടിയായിടും. അയ്യോ, തുപ്പല് മാഷ്. അതടി അല്ല, ഉൽപ്പലം മാഷ്. മാഷെന്താ ഇവിടെ? നേരത്തെ അവളായിരുന്നു. അവിടെ നിന്ന് അടികൊണ്ട് ഇവിടെ വന്നപ്പോ ഇവിടെ നിന്നും കിട്ടി. അയ്യോ മാഷ്, ക്ഷമിക്കണം കേട്ടോ, അറിയാതെ പറ്റിപ്പോയി. ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കും. അതുകൊണ്ടാ മാഷിനെ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് മറക്കാൻ പറ്റൂ. പണ്ട് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാഷ് എന്തുമാത്രം ഉണ്ണിയപ്പമാണ് ഞങ്ങൾക്ക് കൊണ്ട് തരാറുള്ളത്. ഇപ്പോഴും ഉണ്ണിയപ്പം തലേ വെച്ചോണ്ടാണോ വന്നത്? നീയും നിന്റെ പെണ്ണുമ്പളാം കൂടെ അടിച്ചു പോക്കിയത്. മാഷിനെ കയറി അച്ചായാന്നു. നിങ്ങളുടെ ഈ പരസ്പരമുള്ള സ്നേഹം കാണുമ്പോഴാ എനിക്കൊരു സന്തോഷം. ഇല്ലേ, ഞാൻ നടത്തി കൊടുത്ത കല്യാണങ്ങളൊന്നും ചീറ്റി പോയിട്ടില്ല. ഏലക്ക ഇട്ടിട്ടുണ്ടല്ലോ? അയ്യോ ഇല്ല. എന്താ മാഷേ? പിന്നെ എന്തുവാ ഈ കിടക്കുന്നേ? അയ്യോ, ഇതെന്റെ കാതി കിടന്ന കമ്മലിന്റെ കല്ല്. നിങ്ങൾക്കൊരു സന്തോഷ വർത്തമാനം കൊണ്ടാ ഞാൻ വന്നേക്കുന്നേ. കുഴിമുളക് ഇട്ടിട്ടുണ്ടല്ലോ? പിന്നെന്തുവാ ഈ കിടക്കുന്നേ? നീ എനിക്ക് തന്നത് ചായയാണോ അതോ അഭിലാഷ് ജ്വല്ലറിയാണോ? അത് മൊത്തം നിധിയാണല്ലോ. അല്ല, വേറെന്താ ഒരു സന്തോഷ വാർത്ത പറ. നിങ്ങളുടെ കൂടെ ഒരു 2 മാസം ഇവിടെ അങ്ങ് നിൽക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു. അവിടെ ഒരു ബഹളം. അല്ല, ഇവിടെ ഒരു വായ നോക്കി പട്ടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കയറി വരും. എന്നിട്ട് തിന്നും കൊടുത്തും പെടുത്തും ഇവിടെ തന്നെ കിടക്കും. എങ്ങോട്ടും പോത്തില്ല. ഭയങ്കര ശല്യം വന്നേ. അല്ല, മാഷെന്തോ ഇപ്പൊ പറഞ്ഞു വന്നത്? അല്ല, എനിക്ക് നിൽക്കാൻ സമയമില്ല. ഞാനങ്ങ് പോയേക്കുവാ. മാഷ് ഇറങ്ങുവാ. ഓക്കെ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ തിയേറ്ററിൽ പോയി കാണും. എന്തോന്ന്? ഭാഷ ഇറങ്ങാൻ പോവെന്ന് പറഞ്ഞു. 4K. മോളെ, മാഷ് ഇറങ്ങുവാ. എന്റെ എന്തിനാ ഈ കരയുന്നേ? നീ എന്തിനാ കരയില്ലേ? മാഷ് അങ്ങോട്ട് പോയപ്പോ എന്റെ കാലിൽ കയറി ചവിട്ടി. കുഴപ്പം എന്തുവാ പറ. മാഷ് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങള്. ഇയാള് ഞാൻ ഒത്തുചേർന്ന് പോത്തില്ല. വീണ്ടും കാലേ ചവിട്ടിയോ? ഇല്ല, ഇപ്പൊ ഇവള് പറഞ്ഞത് കേട്ട് കരഞ്ഞതാ. എന്തോ അതിന്റെ കാര്യം പറ. ഇവിടുത്തെ പ്രശ്നം വേറെ ഒന്നുമല്ല. ഇവളിവിടെ വരുന്നിടത്തും പോകുന്നിടത്തും എല്ലാരും പറയുന്നത് ഞാൻ ഭയങ്കര കുടിയാ മുഴുകുടിയാ. അയ്യോ, പുലിമുരുകൻ കയറി വന്ന്. ഞാൻ ഭയങ്കര കുടിയാന്നാണ് ഇവളെല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞങ്ങൾക്ക് കുട്ടികൾ പോലുമില്ല. അപ്പൊ നീ കുടിയൻ മാത്രമല്ല, ഒരു മടിയനും കൂടെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കൊരു കുഞ്ഞിക്കാല് വേണം. പ്രശാന്ത്, നീ ശാരീരികമായിട്ട് ഒരുപാട് വളർന്നു. ഇനി ഈ കാല് മാറ്റിട്ട് കുഞ്ഞിക്കാലൊക്കെ വെച്ച് ഈ മണ്ടനാണല്ലോ എന്നെ 10 കൊല്ലം പഠിപ്പിച്ചത്. നീ എന്തോ ഇപ്പൊ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. മാഷേ, അങ്ങേര് പറയുന്നൊന്നും കേക്കണ്ട. ഇവിടെ കൊറേ പ്രശ്നങ്ങളുണ്ട്. എന്റെ അച്ഛൻ തെങ്ങിന്ന് വീണിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. വീണപ്പോഴേ പടലി ഒടിഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും തിരിഞ്ഞു നോക്കാൻ. അച്ഛന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇങ്ങനൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്ന് പറഞ്ഞാ പോരായിരുന്നോ? എന്തിനാ അങ്ങനെ പറഞ്ഞപ്പോ മൈന വരെ തിരിഞ്ഞു നോക്കി. പിന്നെ പ്രശാന്തിന് നോക്കാൻ പറ്റാത്ത
ആവശ്യമില്ലാത്തടത്ത് ഒരു അനാവശ്യ തമാശ ഞാൻ പറഞ്ഞു. നീ അങ്ങ് ക്ഷമിക്കേ. ഈ കൊച്ചിന്റെ അച്ഛൻ എങ്ങനെ അതെങ്ങനെ കയറിയത്? ഇങ്ങനെ തെങ്ങനെ വീണതെങ്ങനാ? പറഞ്ഞ കാര്യം കൊണ്ട് ഒരെണ്ണം ഞാൻ തന്നാലുണ്ടോ ലാസ്ഥാനത്ത് പോയി കിടക്കുന്നു. മാഷേ, ഞാൻ പറയുന്നത് മാഷ് മനസ്സിലാക്കണം. ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരി ഇവളാണ്. ഇയാളാണ് ഈ വീട്ടിൽ പ്രശ്നം. ഇനി ഞങ്ങൾ ജീവിതം മുമ്പോട്ട് പോകത്തില്ല. ഞങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് പിരിയുന്നു. അങ്ങനൊന്നും തീരുമാനം എടുക്കാൻ പറ്റട്ടെ. എടാ, ഒരു ബന്ധം പിരിച്ചു കളയാനായിട്ട് എളുപ്പമാ, പക്ഷെ ഇത് കൂട്ടിച്ചേർക്കാനാ ഭയങ്കര പാട്. നിങ്ങൾ പ്രേമിച്ച് നടന്ന സമയത്ത് നിങ്ങളുടെ കല്യാണം നടത്തി തന്നത് ഞാനാന്നോ? അന്ന് ആ കൈ പിടിച്ച് തന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നിങ്ങളുടെ കൈ ഞാണ്ട് വീണ്ടും ഞാൻ കൂട്ടി പിടിച്ചങ്ങ് തരുവാ. അതെ, സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ചോണം കേട്ടല്ലോ. മാഷ് വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ പിരിഞ്ഞാനല്ലേ? ഒരു ബന്ധം കൂട്ടി കിട്ടാൻ വേണ്ടി എന്തെല്ലാം പാടുപെടണം നമ്മള്. അതെ, നമ്മുടെ കണ്ണാണ് മാഷ് തുറപ്പിച്ചത്. അതെ, അതൊക്കെ പോട്ടെ, മാഷിന്റെ വിശേഷം എന്തൊക്കെയുണ്ട്? മാഷിന്റെ ഭാര്യ സാവിത്ര ടീച്ചർ അവള് പോയി. എന്തോരം കഞ്ഞി വന്നിട്ടുള്ള ടീച്ചറാ, എന്തോരം മുട്ടായി വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും നേരമായിട്ട് മാഷ് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. നിർത്തടാ, അവൾ അമ്പലത്തിൽ പോയാലും നിങ്ങൾ രണ്ടെണ്ണത്തിൽ ഇങ്ങനെ കടന്ന് കരയുന്നത്. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളെ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് പക്ഷികളെ പോലെ. അപ്പൊ പക്ഷികളെ പോലെ കൊക്കുരുമി രണ്ടുപേരും സന്തോഷത്തോടെ കൂടി ജീവിക്കണം കേട്ടല്ലോ. അപ്പൊ മാഷ് അങ്ങോട്ട് ഇറങ്ങുക. ശരി. ഇടയ്ക്ക് വരണം മാഷേ. ഇടയ്ക്ക് വരാൻ പട്ടിയുള്ള വീട്ടിലൊന്നും ഇപ്പൊ പോവാറില്ലോ. മാഷ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് തന്നെ നമ്മളെ ബന്ധം വേറെ പിരിഞ്ഞു പോയാനല്ലേ? അതൊക്കെ ഓക്കെ എന്നും പറഞ്ഞ് കൊക്കുരുമ വരണ്ട, അങ്ങോട്ട് മാറി. എന്ത് പറ്റി മാഷേ? എടാ, എന്റെ അമ്പലത്തിൽ പോയ ഭാര്യയില്ലയോ, അവള് ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനോ പറഞ്ഞു. അവള് താണ്ട പുറകെ വരുന്നു. എനിക്ക് എവിടെങ്കിലും ഒളിക്കാൻ ഇച്ചിരി സ്ഥലം താ. മാഷല്ലി പറഞ്ഞത് ഭാര്യ ഭർത്താവായാൽ പക്ഷികളെ പോലെ കൊക്കുരുമണമെന്ന്. അത് നിന്റെ പക്ഷി. എന്റെ പക്ഷി എന്നെ കണ്ടു കഴിഞ്ഞാൽ കൊത്തി കൊല്ലും. സ്ഥലം താടാ മാഷേ. നല്ലൊരു സ്കിറ്റ് ഉണ്ട് അല്ലേ നമ്മള്? 3 പേരും തകർത്തഭിനയിച്ച സ്കിറ്റ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഇതിൽ ആര് ബെറ്റർ, ആരാണ് അടിപൊളിയായിട്ട് നമ്മളെ ചിരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാതെ 3 പേര് ഗംഭീരമായിട്ട് ചെയ്തൊരു സ്കിറ്റ്. തന്നെയല്ലോ പറയാനുള്ളത്. നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റ് ആണ്. എന്താ പറയാനുള്ളത്? ഫൈൻ ട്യൂണിങ് കുറച്ച് വേണം, കുറച്ചുകൂടി കോമഡി കയറ്റണം. ബാക്കി എങ്കിലും ഇനി നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ, പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി തുണ്ടന താളത്തിൽ ഞാൻ സ്മൃതിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ സന്തോഷല്ലേ? ഞാൻ 30,000 കൂടെ കിട്ടണമെങ്കിൽ പോവായിരുന്നു. ശരി, എന്നാ ചേച്ചി അത് ഇട്ട് കൊടുത്തേക്ക്. അല്ല സ്മൃതിയെ, ആവശ്യത്തിന് കൂടുതൽ എക്സ്പ്രഷൻ ഇടും, എന്നിട്ട് പറയും ആവശ്യമുള്ള ഇട്, ബാക്കി കട്ട് ചെയ്ത് കളയുന്നു. ഓൾറൈറ്റ്, ശ്വേത ചേച്ചി 30,000 rupees ചൂടോടെ ക്രെഡിറ്റ്. 30,000 rupees ക്രെഡിറ്റ് ആയിരിക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. മാധവിന്റെ പെർഫോമൻസിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. എത്ര കാലമായല്ലേ നിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്? ഞാൻ ഇവിടെ സ്കിറ്റ് നടന്നല്ലേ. ആന്നേ, വളർന്ന് വലിയ ആളായി പോയി. ഈ സ്റ്റേറ്റിൽ പെർഫോം ചെയ്ത മോണാക്ട് നമുക്ക് ഇവിടെ ഇപ്പൊ കാണാൻ പറ്റുമോ? ഞാൻ ചെറിയ പോർഷൻ കാണിക്കാം. ചെറുതോ വലുതോ നീ കാണിച്ചോ, ഞങ്ങള് കാണാൻ റെഡിയാ. റെഡി അല്ലേ? ആണോ? നല്ലൊരു ഗൈഡ് എടുക്കാം. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ ഇട്ടാവട്ടത്ത് തട്ടിയും മുട്ടിയും രാഷ്ട്രീയം കളിക്കുന്നവരുടെ കൂട്ടത്തിലൊരുവൻ 8ഉം പൊട്ടും തിരിയാത്ത കുട്ടികളെ പാട്ടിലാക്കി പീഡിപ്പിച്ചെന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കൽ രാഷ്ട്രീയക്കാരെ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കട്ടപ്പുകയാകുമ്പോൾ ആരംഭിക്കാം ടൈം ടൈം. എന്താണ്ട് ഉണ്ണി ഒന്നും തിരിയില്ലല്ലോ. പറയൂ മിസ് പറളി തങ്കമ്മ, എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഉസ്മാനെ, പ്രതി പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് പെലച്ചക്ക് 3 മണിക്കുള്ള ശബരി എക്സ്പ്രസ് കള്ളവണ്ടി കേറി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, ആരാണ് അതിജീവിത? ഉസ്മാനെ, തൊട്ടാ പൊട്ടാത്ത ഇംഗ്ലീഷ് മുട്ടാന്ന സിനിമയിലെ അഭിനയത്തിന് ഓസ്കാർ അവാർഡ് കരസ്ഥമാക്കിയ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അണ്ടിപ്പുള്ളിക്കാവ് ശാന്തയ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. കഷ്ടം. കേവലം 35 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പ്രവാസി വനിതയെ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയതും
18 മാസങ്ങൾക്ക് ശേഷം ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിതയാക്കിയതുമല്ലേ പ്രതിക്കെതിരെയുള്ള പരാതി? ഓ തന്നെ തന്നെ തന്നെ. അത് കൂടാതെ ഒരു ഫ്ലാറ്റും 10,000 രൂപയുടെ ചെരുപ്പും ചോദിച്ചിട്ടുണ്ട് മൂപ്പര്. ഈ കാട്ടിക്കൂട്ടിലൊക്കെ കൂടെ കണ്ടപ്പോഴാണ് ഒരു പീഡനമായിട്ടൊന്നും ഓർക്കും മനസ്സിലാവുന്നത്. ഇതാ നമുക്ക് ഇപ്പോൾ കിട്ടിയ വാർത്ത. പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട്ടെ ഹോട്ടലിൽ ഒളിവിൽ താമസിക്കുന്ന പ്രതി അവിടുത്തെ കക്കൂസിൽ നിന്നും ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞ പാൻറ്റും നീല ഷർട്ടും അണിഞ്ഞ പ്രതി അടിവസ്ത്രം മാറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓ ഉസ്മാനെ, ഇത് ആദ്യമായി കണ്ടത് നമ്മളെ ക്യാമറമാനാണ് എന്ന്. ഇതാ പീഡനം നടന്ന ഹോട്ടൽ മുറിയിൽ നിന്നും ക്യാമറാമാൻ കൊണ്ടോട്ടി സുപ്രിയനോടൊപ്പം കളികാച്ചി പാത്തുമ്മ, പത്തനംതിട്ട. ഇതാ നമുക്ക് സ്ഥലം എംപിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം. ആരാ നിങ്ങളൊക്കെ? ആളാകാൻ വരരുത്. ഡോണ്ട് ട്രൈ ടു പ്ലേ ഫൂൾ വിത്ത് മീ സുരേഷ്, ഇറ്റ് ഈസ് വെരി ബാഡ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു സർക്കാസ്റ്റിക്കലി അല്ലെങ്കിൽ കൊള്ളാത്ത രീതിയിൽ, അവിടെ ഇവിടെ ഇല്ലാത്ത രീതിയിൽ ചെയ്തൊരു സംഭവം. മാധവിന്റെ മോണോആക്ടിന്റെ പ്രത്യേകത എന്താ അറിയോ? സാധാരണ എല്ലാവരും മോണോആക്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര കൂടുതലും നമ്മളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിഷമമുള്ള അങ്ങനത്തെ സങ്കട കഥകളായിരിക്കും. ഇവന്റെ ഹ്യൂമർ ഉണ്ട്, സറ്റൈർ ഇഷ്യൂ ആണ്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതില് നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെയാണ് ഈ വാർത്ത വായിക്കുന്നത് എല്ലാവരും. അപ്പൊ അങ്ങനെ ഭയങ്കര സറ്റൈർ ആയിട്ടുള്ളൊരു മോണോ ആക്ട്. നമ്മൾ സോഷ്യൽ സറ്റയർ ചെയ്യുക, അതിന് യുനോ അറിയോ അറിയാതെ എല്ലാം മെസ്സേജസ് എല്ലാവരുടെ അടുത്ത് എത്തുക, അല്ല എത്തിക്കുക. ഇറ്റ്സ് എ ബിഗ് 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 ഡ്യൂട്ടി, ബിഗ് ദൗത്യമാണ്. അത് മോന് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രൊഡക്റ്റ് അല്ലേ, വെരി പ്രൗഡ്, വെരി പ്രൗഡ്. ആൻഡ് എന്തായാലും ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ മാധവ. കുഞ്ഞിനെ നമ്മൾ എൻകറേജ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് അല്ലേ? അല്ലേ? വാ നമ്മൾക്ക് എല്ലാവരും Beauty the Beauty Shop ഇന്നത്തെ മെയിൻ മാധവ്. കഴിഞ്ഞിട്ടില്ല ഈ സന്തോഷത്തോടൊപ്പം കുറച്ചും കൂടെ ക്യൂട്ട്നെസ് ആയിട്ട് ക്യൂട്ടി ദ ബ്യൂട്ടി ഷോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻസ് മാധവ്. ഇതൊരു തുടക്കമാവട്ടെ. ഇനിയും ഒരുപാട് കിരീടം ഇങ്ങനെ വെക്കാൻ സാധിക്കട്ടെ. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ള കുഞ്ഞി? എനിക്ക് ആദ്യമായിട്ട് ഈ ഫ്ലോറിനോടും എല്ലാവരോടും വലിയൊരു നന്ദി പറയാനുണ്ട്. കാരണം ഞാൻ മോണാക്ട് എന്ന് പറഞ്ഞ അഭിനയത്തിനാണല്ലോ പ്രാധാന്യം. ഞാൻ അഭിനയത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. എൻ്റെ സാറായിട്ടുള്ള കലാഭവൻ നൗഷാദും വലിയ രീതിയിൽ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കോമഡി മാസ്റ്റേഴ്സിൻ്റെ സ്റ്റേജിൽ നിന്നും ഇവിടുത്തെ ഗ്രൂമേഴ്സിൽ നിന്നും ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഈ സ്റ്റേജിനൊരു വലിയ പങ്കുണ്ട്. എൻ്റെ ഏത് വിജയത്തിലാണെങ്കിലും ഈ സ്റ്റേജിന് വലിയ പങ്കുണ്ട്. അപ്പോൾ എനിക്ക് നന്ദി പറയാനുണ്ട്. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ കുഞ്ഞും ഇതുപോലെ ക്രൗണൊക്കെ ധരിച്ച് നിൽക്കുന്നത് കാണാൻ. നീ മാത്രമല്ല, ദേ നമ്മുടെ താരങ്ങളെല്ലാവരും, നിങ്ങളും സൂപ്പർ സ്റ്റാർസ് തന്നെയാണ്. പ്ലീസ് ജോയിൻ us, പ്ലീസ്. ഇവരെല്ലാവരും ശരിക്കും ഇവർക്കൊക്കെ ഓരോ ക്രൗണുകളുണ്ട്. കാരണം നിങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർസ് ആണ്, താരങ്ങളാണ്, നമ്മുടെ അഭിമാനമാണ് നിങ്ങൾ എല്ലാവരും. അപ്പം കീപ് ഷൈനിങ്. ഇനിയും ബ്രൈറ്റർ ആയിട്ട് ഷൈൻ ചെയ്യുക. പഠിത്തവും കലയും ഒരുമിച്ച് കൊണ്ടുപോവുക. അടിച്ച് ലൈഫ് പൊളിക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഹാവ് ഫൺ ഗൈസ്. എല്ലാവരും നന്നായിട്ട് സ്റ്റേ ബ്ലെസ്ഡ്. നമ്മൾ അടുത്ത എപ്പിസോഡുമായിട്ട് വരും. അതുവരേക്കും ബൈ ഫ്രം കോമഡി മാസ്റ്റേഴ്സ്. മ്യൂസിക് പ്ലീസ്. Shake it up, shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Hey, pump it up, and a little off that body. Pump it up, pump it up, pump it up.